എൻ്റെ സുഹൃത്തിൻ്റെ ഒരടുത്ത സുഹൃത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം, ചെറുപ്പക്കാരനാണ്, ആമാശയത്തിലാണ് വന്നത്. അപ്പോൾ ആ വാർത്ത കേട്ട ഉടനെ ഇവനാകെ വിഭ്രാന്തിയിലായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രോഗത്തിന് പെട്ടെന്ന് വന്നു. അപ്പോൾ ഞാൻ നല്ലൊരു ഡോക്ടറെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ പോയി കണ്ട് വൈകുന്നേരം അവൻ എന്നോട് പറഞ്ഞു, ഇപ്പം അവൻ വളരെ സമാധാനത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. എൻ്റെ ക്യാൻസർ മാറിയോ? ക്യാൻസർ മാറിയിട്ടല്ല, മറിച്ച് എന്താന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു പ്രശ്നമില്ല, ഇതിനൊക്കെ ഇന്ന് ചികിത്സയില്ലേ, നിങ്ങൾക്ക് വന്നത് ഇതിൻ്റെ ഒരു ആദ്യ തുടക്കമാണ്, ഇതിനൊക്കെയുള്ള പരിഹാരം ഇവിടെ ഉണ്ട്, നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കൂ, നിങ്ങളുടെ പൈസയൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട, അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് അതിൻ്റെ ഏറ്റവും വിദഗ്ധവനായ ഒരു ഓൺകോളജി ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾ പറയും എൻ്റെ എല്ലാ ബേജാറും പോയി എന്നാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടപ്പോഴേക്കിന് ക്യാൻസറിന് പരിഹാരമായി. മാറിയില്ലെങ്കിലും ഞാനിതിവിടെ പറയാൻ കാരണം, എന്തിനും ക്യാൻസറിനടക്കം പരിഹാരമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ 25 കൊല്ലം മുമ്പ് വന്ന ക്യാൻസറിൻ്റെ ഒരു സർജറി കഴിഞ്ഞ് ഇന്നും ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നു. അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ മാരകമായ ക്യാൻസറിന് പോലും പരിഹാരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ ആകെ നിസ്സഹായമായി പോകുന്നത് കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഈ പറയുന്ന മഹത്വങ്ങളൊന്നും നമുക്കുണ്ടാകും. അതൊരു പക്ഷേ കൊട്ടാര സമാനമായ വീടുകൾക്കുള്ളിലും കുടുംബ പ്രശ്നങ്ങൾ അവരുടെ സന്തോഷം കെടുത്തിക്കളയും. ഒരു പക്ഷേ നല്ല ആരോഗ്യമുള്ളവർ പോലും സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നത് കുടുംബപരമായ പ്രശ്നങ്ങളെ കൊണ്ടാണ്. എന്താണ് ഈ കുടുംബപരമായ പ്രശ്നം ഇത്രമാത്രം സങ്കീർണമാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ സന്തോഷവും സുഖവും ആശ്വാസവും എല്ലാം നിലകൊള്ളുന്നത് കുടുംബത്തിലാണ്. അവിടുത്തെ സന്തോഷം പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉള്ളത്? ഇന്ന് ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞത്, ഇത്തരം നിസ്സഹായമായ പ്രശ്നങ്ങളിൽ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, മോള് കല്യാണത്തിന് സമ്മതിക്കുന്നത്, എന്തോ ഒരു നല്ല പയ്യനാണ് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അവൾ ഒരു നിലക്കും സമ്മതിക്കുന്നില്ല. ഏതോ മംഗലാപുരത്തോ കാസർഗോഡൊക്കെയാണ്. അപ്പൊ അവളോടൊന്ന് വിവാഹത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ വല്ലാത്തൊരു വിഷമത്തിലാണെന്നാണ്. അപ്പൊ ഞാൻ വയസ്സ് ചോദിച്ചു. ചെറിയ പ്രായവും, പ്രായപൂർത്തിയായി എന്ന് പറയേണ്ട പ്രായം പോലും അവൾക്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവൾക്ക് ആവശ്യമില്ലാത്ത ഒന്ന് ഈ ചെറുപ്രായത്തിൽ എന്തിനാ നിർബന്ധിച്ച് ചെയ്യണത്? 1-2 കൊല്ലം ഒന്നും കാത്തിരുന്നാൽ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് അവൾക്കൊരു സമ്മതം മനസ്സുകൊണ്ട് വരാൻ ഒന്ന് കാത്തു നിൽക്കും, നിർബന്ധിച്ചൊന്നും ചെയ്യണ്ട എന്ന് നിർദ്ദേശിച്ചു. അയാൾക്കത് സമ്മതമായി. ഒരു അന്വേഷണം, ആ പയ്യന് പോലും ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നാണ് അഭിപ്രായം. അങ്ങനത്തെ സമയത്ത് എന്തിനാണ് ചെയ്യണത്? നിസ്സാരമാണെങ്കിലും എത്ര വലിയൊരു ടെൻഷനോടുകൂടെയാണ് അയാൾ വിളിക്കുന്നത്. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇതിലേറെ പ്രശ്നങ്ങളാണ്. നമ്മുടെ മകൾക്കോ മകനോ ഒരു പ്രശ്നം വന്നാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷവും അതോടുകൂടെ അവസാനിച്ചു. അതുകൊണ്ട് തന്നെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു, കുടുംബത്തിന്റെ പരിഹാരങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് കാതോർക്കാനും കേൾക്കാനും ഏറ്റവും താല്പര്യത്തോടുകൂടെ വരുന്നതാണ്. അതാണ് ഈ ഒരു പരിപാടിയുടെ സവിശേഷതയായി ഞാൻ കാണുന്നത്. ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഇന്ന് കുടുംബത്തെ കൂട്ടി ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വന്നതിനേക്കാളും സന്തോഷത്തോടെയും പ്രതീക്ഷയോടുകൂടെയും ആത്മധൈര്യത്തോടുകൂടെയും തിരിച്ചു പോകാൻ ഒരുപക്ഷെ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റിയേക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, മനസ്സിന്റെ സന്തോഷവും സമാധാനവുമാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ എവിടെയൊക്കെ ബന്ധപ്പെടുന്നുവോ, എവിടെയൊക്കെ എന്തുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു, അതൊക്കെ നമ്മുടെ സമാധാനം കെടുത്തുന്നതാണ്, സമാധാനം ഇല്ലാതാക്കുന്നതാണ്. നിങ്ങളൊക്കെ കയ്യിൽ മൊബൈലില്ലേ? നിങ്ങൾക്കൊരു വിഷമം ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് ഇരുന്ന് നോക്കും. നിങ്ങൾ ആ 2 മണിക്കൂർ കഴിഞ്ഞ് മൊബൈൽ ചാർജ് കഴിഞ്ഞ് ഓഫ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻ ഓഫ് ചെയ്ത് എഴുന്നേൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരായിട്ടാണ് എഴുന്നേൽക്കുക. നിങ്ങൾ കണ്ടത് എന്തെന്നുള്ളതല്ല, 2 മണിക്കൂർ മൊബൈൽ കണ്ടാൽ ആ സന്തോഷങ്ങളെല്ലാം പോകും. അതെന്തുകൊണ്ടാണ്? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും നമുക്ക് പ്രതീക്ഷ നൽകുന്നതോ സന്തോഷം നൽകുന്നതോ ആഹ്ലാദം നൽകുന്നതോ ഒന്നുമല്ല നമുക്ക് കേൾക്കുന്ന വാർത്തകൾ. അതുകൊണ്ട് മൊബൈൽ നോക്കണ്ടെന്നല്ല,
പക്ഷെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതൊക്കെ നമ്മളെ സമാധാനം ഇല്ലാതാക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. നിങ്ങൾ വെറുതെ ഒരു ബന്ധുവിന് ഒരു ഫോൺ ചെയ്ത് നോക്കി, നിങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിചയമുള്ള ബന്ധുവിന് ഒരു ഫോൺ ചെയ്ത് നോക്കി. അപ്പൊ അവർ ചോദിക്കും, നീ അറിഞ്ഞില്ലേ നമ്മൾ ആ ഇന്ന ആള് മരണപ്പെട്ടല്ലോ, പെട്ടെന്നായിരുന്നോ മരണം, ബസ് പോണ സമയത്ത് പെട്ടെന്ന് വേദന വന്ന് മരിച്ചു. മറ്റേ അന്ന് ആ കല്യാണം കഴിഞ്ഞ കുട്ടി ഉണ്ടല്ലോ, ആ വിവാഹം കുറച്ച് പ്രശ്നമാണ് ഇപ്പോൾ, അവളിപ്പോ വീട്ടിൽ വന്നിരിക്കാൻ. ഇതൊക്കെയല്ലേ നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് പറയണത്. ഇതൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് കേട്ടാൽ നമുക്ക് എന്ത് സന്തോഷവും എന്ത് സമാധാനവും നമ്മുടെ മനസ്സിക്ക് കിട്ടുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും ജോലിക്ക് പോയി, വീട്ടിൽ ഭാര്യയോ ഉമ്മയോ ഒറ്റയ്ക്കിരുന്ന് കോലായിലിരുന്ന് ആലോചിക്കണം. എന്താണ് ആലോചിക്കുന്നത്? എത്ര ആലോചിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലേക്ക് വരില്ല. മനസ്സിലേക്ക് അതേ വരും. അപ്പൊ ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ ഒരു 10 മിനിറ്റ് കിട്ടിയാലും ടെൻഷൻ വരും. വെറുതെ ഇരിക്കാൻ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ മതി, ടെൻഷൻ വരും. അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് കുറച്ചൊക്കെ സമയം സമാധാനവും സന്തോഷവും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനകൾ ഏതാണ്? വിഷമം ഉണ്ടാവുന്ന സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥനകളൊന്നും നിങ്ങൾ വെറുതെ എങ്ങനെ മനസ്സിക്ക് കൊണ്ടുവന്ന് നോക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർള് വ റബ്ബുൽ അർശിൽ കരീം. എന്താ പേരുള്ളത്? അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാം. അള്ളാഹു അർശിന്റെ ഉടമസ്ഥനാണ്, അള്ളാഹു മഹത്വമുള്ളവനാണ്, അള്ളാഹു അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അള്ളാഹിന്റെ നാമങ്ങൾ ഇങ്ങനെ പറയാണ്. മറ്റും നോക്കൂ നിങ്ങൾ, اللهم رحمتك أرجو ولا تكلني إلى نفسي طرفة عين وأصلح لي شأني كله لا إله إلا أنت. اللهم رحمتك أرجو, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. ولا تكلني إلى نفسي طرفة عين, കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യങ്ങളെ നീ എന്നെ ഏൽപ്പിക്കരുത് നാഥാ. എന്റെ എല്ലാ കാര്യങ്ങളെയും നീ എനിക്ക് ശരിയാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യരില്ല. ഒക്കത്തിലും അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. ഒരായത്തുണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം പിന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിലും ലാ ഇലാഹ, ഈ പറഞ്ഞതിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്നു. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സഹോദരങ്ങളെ മനസ്സൊരിക്കലും സമാധാനമാണെങ്കിൽ, അള്ളാഹുവിന്റെ ചിന്തകൾ എപ്പോൾ മനസ്സുകളിൽ നിന്ന് അകലുന്നുവോ അവിടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്. മനസ്സിന് സമാധാനം കിട്ടും. അതെന്താണ് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന് സമാധാനം നൽകാനുള്ള കാരണം എന്താണ്? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ജീവിതത്തിൽ എന്തൊരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിന് ചില ഭൗതിക പരിഹാരങ്ങളെ കുറിച്ച് നമ്മൾ കാണും. അസുഖം വന്നാൽ ഡോക്ടറെ കാണാം, കടം വന്നാൽ നമുക്ക് എവിടുന്നേലൊക്കെ ആൾക്കാരുടെ സഹായങ്ങൾ ചോദിക്കാം എന്നൊക്കെ നമുക്ക് പല പ്രതീക്ഷകളും ഉണ്ടാകും. എന്നാൽ ഈ പ്രതീക്ഷകളൊന്നും മുന്നിലില്ലാതിരിക്കുമ്പോഴല്ലേ മനുഷ്യൻ നിരാശപ്പെടുക, അപ്പോഴല്ലേ വിഷമം വരിക. എവിടുന്നാ ഞാൻ പൈസ കടം വാങ്ങുക, എവിടെ പോയിട്ടാ ഞാൻ ചികിത്സിക്കുക, ഇതിനെന്ത് മരുന്നാ കുടിക്കുക, ഇനി ഈ മോളെ എന്താ ചെയ്യുക, ഈ മോന്റെ കാര്യം എന്താ ചെയ്യുക? അവിടെ നമ്മൾക്ക് ചില നിസ്സഹായതകളുണ്ട്. അവിടെ കാരണങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരാൾ നമ്മളെ സഹായിക്കണം. കാരണങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരാൾ നമ്മളിൽ ഇടപെടണം. അതാർക്കാ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷ. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴുള്ള പ്രതീക്ഷ നമുക്ക് അതാണ്. തബാരകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരകല്ലദീ ബിയദിഹിൽ മുൽക്ക്, രാജാധിപത്യം ഏതൊരുത്തന്റെ കൈകളിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനത്ര, എല്ലാറ്റിനും കഴിയുന്ന പടച്ചോന് കഴിയാത്തതൊന്നുമില്ല. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ അള്ളാഹ്ക്ക് പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു പ്രശ്നമില്ല. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടായി നേരെ കൈ ഉയർത്തി അള്ളാഹിനോട് അങ്ങോട്ട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രതീക്ഷയാണ്. ഞാൻ ഇന്നലെ മിമ്പർമ കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു. ഞാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ എത്തണ തന്നെ, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പൊ എത്തുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് എന്താ പറഞ്ഞത്? 2 മാരകമായ രോഗങ്ങൾ ICUയിൽ കിടക്കുന്ന 2 രോഗികളെ കുറിച്ച്.
അപ്പൊ എന്താ ഡോക്ടർമാർ ആ 2 രോഗികളെ പറ്റി പറഞ്ഞത്? നിങ്ങൾക്ക് ഇനിയൊരു പ്രതീക്ഷക്കും അർഹതല്ല. കാരണം ക്യാൻസർ വന്ന് റേഡിയേഷൻ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് നിരാശപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവർക്ക് തോന്നാണ് പ്രാർത്ഥിച്ചാൽ, ഈ ജുമാക്ക് വന്നവർ പ്രാർത്ഥിച്ചാൽ അത് പരിഹരിച്ചേക്കാമെന്നാണ്. അതല്ല, അതൊരു വല്ലാത്ത പ്രതീക്ഷയല്ലേ സുഹൃത്തുക്കളെ? എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ മനസമാധാനം ഇല്ലാത്തവരാരാണ്? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിക്കാം, വലം യൽബിസൂ ഈമാനഹും ബിദുൽമി, അവരുടെ വിശ്വാസത്തിൽ യാതൊരു തെറ്റും ളുൽമും ശിർക്കും കൂട്ടിക്കലർത്താതിരിക്കാം. ഈമാനുള്ള ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ശിർക്കിൽ നിന്ന് മുക്തനാണോ? ഉലൈക ലഹുൽ അംന്, അവര് പേടിണ്ടാവൂല എന്നാണ്. അവൻ നിർഭയനായിരിക്കുന്നതാണ്, ഒന്നും പേടില്ലാതെ. എന്താ? ശിർക്കുണ്ടോ? അവൻ ഒരിക്കലും നിർഭയനാകാൻ പറ്റില്ല. എന്തെങ്കിലും തൗഹീദിൽ ഒരു ചെറിയ വിള്ളൽ വന്നാൽ നമ്മുടെ സമാധാനം പോകും. എന്താ അറിയുക ആ വിള്ളൽ? അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ശിർക്കാവുന്നത്. എങ്ങനെ ഇടപെടാൻ? അഭൗതികമായി ഇടപെടാൻ പറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാൻ മറ്റാർക്കെങ്കിലും പറ്റും എന്ന് വിശ്വസിച്ചാൽ ഓന് കിടന്നിറങ്ങാൻ പറ്റൂല. ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടാൽ രാത്രി ഉറക്കം വരൂല. 2 ആൾക്ക് ഒന്നിച്ച് പനിച്ചാൽ സമാധാനം കിട്ടൂല. മുറ്റത്തൊരു പൂച്ച ചത്ത് കിടക്കുന്നത് കണ്ടാൽ സമാധാനം കിട്ടൂല. എന്തോ ഒരു അഭൗതികമായത് എന്തോ എന്റെ കുടുംബത്തിന്റെ പിറകെയുണ്ട്, എന്റെ വീടിന്റെ പിറകെയുണ്ട്, എന്റെ പിറകെയുണ്ട് എന്ന് ചിന്തിക്കുന്നവർ എപ്പോഴെങ്കിലും സമാധാനം കിട്ടും. അതുകൊണ്ട് അള്ളാഹുവിലുള്ള ശരിയായ തൗഹീദ് കൊണ്ടും പൂർണ്ണമായ ശിർക്കിൽ നിന്നുള്ള മുക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കൾ, ഇപ്പൊ നമുക്ക് സമാധാനം ഇവിടെ ഇരിക്കുമ്പോൾ അതെന്താ അറിയെങ്കിൽ നമ്മൾ സിനിമ കാണാൻ വന്നതല്ല, എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് വന്നതല്ല, നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ വന്നതാണ്. അവർക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ മനസ്സിന് സമാധാനം തുടങ്ങി. ഇനി ഇവിടുന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്തൊരു സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചെത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനം ഉണ്ടാവാൻ അള്ളാഹിനെ കുറിച്ച് കേൾക്കണം, ഖുർആനെ കുറിച്ച് കേൾക്കണം. ഇത്തരം സദസ്സുകളും സന്ദർഭങ്ങളും എവിടെയെല്ലാം ഉണ്ടോ, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തണം. തീർച്ചയായും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും സമാധാനം കിട്ടാൻ അതിലൂടെ മാത്രമേ പറ്റൂ. ഏറ്റവും പ്രധാനം, ആ സമാധാനം അള്ളാഹു നമുക്ക് തരാൻ വേണ്ടിയാണ് അള്ളാഹു ദീനിനെ നമുക്ക് തന്നിട്ടുള്ളത്. ആ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മൾ അള്ളാഹുവിന്റെ ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. അൽയൗമ, ഇന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന്റെ അന്ന്, അറഫയുടെ അന്ന്, ഒരു ജുമാ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നു. എന്നിട്ട് ദീനിന് പകരം അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അള്ളാഹു ഒരു അനുഗ്രഹം നമുക്ക് തന്നിരിക്കണം, അതാണ് ദീന്. ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹവും സന്തോഷവും സമാധാനവും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട്, ഈ ദീന് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നുകൊണ്ട് കിട്ടൂല എന്നാണ്. സുഹൃത്തുക്കളെ, ആ സന്തോഷമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ ശരിയായി ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഇന്നത്തെ വിഷയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുടുംബത്തെ കുറിച്ച് പറയാനല്ല പറഞ്ഞത്, ആധുനിക സമൂഹത്തിലെ ഒരു കുടുംബം പ്രസക്തമാണ് ഈ വാക്കുകൾ. ഞാൻ എൻ്റെ വിഷയം പ്രസക്തമാണെന്ന് പറയാനല്ല. പുതിയ തലമുറ, പുതിയ കുടുംബം, അതേത് നിലക്ക് നമ്മൾ ചിന്തിച്ചാലും വളരെ അപകടകരമായ ഒരു പുതിയ സാഹചര്യത്തിലാണ് ഉള്ളത് സുഹൃത്തുക്കളെ. പണ്ടൊക്കെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവാനോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടെൻഷൻ വന്നിട്ട് ആത്മഹത്യ ചെയ്യാനോ, അല്ലെങ്കിൽ വല്ല ബൈക്ക് ആക്സിഡന്റിലും മരിക്കാനോ, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുക എന്നതൊക്കെ ആയിരുന്നു നമ്മുടെ പഴയ കാലത്തെ പേടി. ഇപ്പൊ ആ പേടിയൊന്നുമല്ല സഹോദരൻ. ഇപ്പൊ എന്താ പേടിയാ നിങ്ങൾ? ഇപ്പോഴത്തെ പേടി എന്താ അറിയോ? നിങ്ങളുടെ മകൾ നിങ്ങളുടേതല്ലാതാവുന്നത് എപ്പോഴെന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റൂല. നിങ്ങളുടെ മകൾ നിങ്ങളുടേതല്ലാതാവുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല. ഒരു സുപ്രഭാതം നിങ്ങൾ അവളോട് പറയാണ്, എന്ത് മോളെ, നല്ലൊരു അന്വേഷണം വരുന്നുണ്ട്, നമുക്കൊരു കല്യാണം നടത്തിയാലോ എന്ന് പറയുമ്പോൾ അവൾ എന്താണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. നമ്മൾ ഒന്നുകൂടി 23 വയസ്സായില്ലേ മോളെ,
നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നല്ല അന്വേഷണമാണ്, നല്ല ജോലിയുള്ള ആളാണ്, നല്ല ഭംഗിയുള്ള ആളാണ്, ദീനുള്ള ആളാണ്. അവ പറയുമ്മ, എനിക്ക് +2 മുതൽ എനിക്കൊരാളെ പരിചയമാണ്. എനിക്ക് നിങ്ങൾ കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അവനെ കൊണ്ട് നടത്തിക്കോളി, അതാണെങ്കിൽ മാത്രം എനിക്ക് മതി. നമ്മളൊന്നും കൂടെ നിർബന്ധിക്കാൻ വേണ്ടി ശ്രമിച്ചോ, പറഞ്ഞു അതില്ലെങ്കിൽ വേണ്ട, കല്യാണം കഴിക്കാൻ ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കങ്ങനെ വേണ്ട ജീവിതം. അതാരാണ്? അതൊരു മുസ്ലിം പോലുമല്ല. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എന്തു ചെയ്യും? അവിടെയാണ് മകൾ നഷ്ടപ്പെടുന്ന ഒരു നിമിഷമാണത്. അതിന് തൊട്ട് മുമ്പത്തെ നിമിഷം വരെ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മളെ മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ മോള് കിടക്കുന്ന റൂമിൽ മോളെ കാണാൻ 12 മണി വരെ അവൾ അവിടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഉമ്മ പറഞ്ഞു, ഞാൻ രാത്രി മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോ അവൾ റൂമിൽ കിടക്കണ്ടല്ലോ, അവളെ കാണാനില്ല. അവൾ എങ്ങോട്ട് പോയി? ഇതുവരെ അവൾ പോകുന്നതിനെ കുറിച്ചൊരു സൂചന പോലുമില്ല. രാത്രി മുറ്റത്ത് വന്ന് നിർത്തിയ ബൈക്കിൽ അവൾ കയറി വയനാട്ടിലേക്ക് പോയി. ഏതാണ് അവൻ? ആർക്കും അറിയില്ല. മകൻ നഷ്ടപ്പെടുന്നത് വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ടല്ല, ആക്സിഡന്റിൽ പെട്ടിട്ടല്ല. ഒരു നിമിഷം അവരുടെ മനസ്സ് മാറും. നാം ആലോചിക്കണം. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളി, ഒന്നിവിടെ വരണം. എന്താ വരേണ്ടത്? നിങ്ങളെ മോന് ഇവിടെ ഉണ്ട്, വിട്ടുകൊണ്ടാകാൻ. എന്താ മോന് പ്രശ്നം? ഒന്നുമില്ല, പോലെ 5-6 ആൾക്കാരെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് പൊടിച്ചു, യൂണിഫോമൊക്കെ ഇട്ടിട്ട്. എന്താ? ഒരു പോക്കറ്റിൽ MDM ഉണ്ട്. ഒരു കൈക്ക മാത്രമല്ല ലഹരി വസ്തു സ്കൂളിൽ കൊടുക്കുന്നത് അവനാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരാളുണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, മക്കൾ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ ഒലിച്ചു പോകുന്നതല്ല, അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതല്ല, ആക്സിഡന്റ് ആവുന്നതല്ല. അപ്പോഴൊക്കെ നമുക്ക് സമാധാനിച്ചൂടെ? എന്തൊക്കെ വിചാരിച്ച് സമാധാനിക്കാൻ പറ്റും? നമ്മുടെ അഭിമാനവും നമ്മുടെ മാന്യതയും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിലുള്ള നഷ്ടപ്പെടലാണ് പുതിയ സമൂഹത്തിൽ വരുന്നത്. ഇനി അത് മാത്രമല്ല, ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കുടുംബ പ്രശ്നങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്നാണ്. ഇന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ്, ഞാനിപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ കൂടെയല്ല. അപ്പൊ എന്താണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത, അവൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത അതീവ രഹസ്യമായ എൻ്റെ വേദന ഞാൻ നിങ്ങളോട് പറയണം. ഈ ഫോണിലാവുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ, എന്തെങ്കിലും ഒരു പരിഹാരം എന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. എന്താ പ്രശ്നം? എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പ്രശ്നം. എന്താ അറിയോ? 2-3 കുട്ടികളുണ്ടാവും. എന്താ അവളുടെ കാര്യം? ഈ രാത്രി സമയത്ത് ഇവൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോൺ ഓണാക്കിയിട്ട് പോൺ സൈറ്റ് കാണുക, അശ്ലീല ചിത്രങ്ങൾ, സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ കാണുക. ഏത് ഭാര്യ കാണുക? രാവിലെ 4 മണി വരെ 5 മണി വരെ. മുമ്പ് എന്തായാലും കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ പ്രശ്നം? മുമ്പ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പ്രശ്നം? അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഭാര്യമാര് കാണെ ഒരാളത് കാണും, ഭാര്യ കാണുകയെ കാണൂ. അപ്പോൾ പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞ് അപേക്ഷിച്ചു, അയാൾ തയ്യാറാണ്. അപ്പൊ നേരം വെളുക്കുന്നത് വരെ ഞാൻ കണ്ണ് ചിമ്മി കിടക്കാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. പക്ഷെ ഇനിയും എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല. പക്ഷേ അയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് അവന്റെ മാതാപിതാക്കളോടോ എൻ്റെ മാതാപിതാക്കളോടോ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്തു ചെയ്യും? മരണമല്ലാത്തൊരു പരിഹാരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന്. ആധുനിക പ്രശ്നങ്ങൾ ചെറുതല്ല സുഹൃത്തുക്കളെ, വലിയ പ്രശ്നങ്ങളാണ്. മനസ്സിലായി? ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. ഈ അടുത്തിട 5 മരുമകളുണ്ട് അയാൾക്ക്. 5 മരുമകളുണ്ട് അയാൾക്ക്. എന്താണ് മരുമക്കളുടെ പരാതി എന്നറിയുമെങ്കിൽ, വാപ്പാനെ ഇവിടെ നിർത്താൻ പറ്റില്ല, വാപ്പ ഇവിടെ നിന്നാൽ ഞങ്ങളെ കുട്ടികൾ സുരക്ഷിതമല്ല. ആര്? പേരക്കുട്ടികൾ വല്യപ്പാന്റെ അടുക്കൽ സുരക്ഷിതമല്ല എന്നാണ്. പക്ഷെ ഈ വയസ്സു പ്രായത്ത് അയാളെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയാകും? ഇത് ആരോട് പറയും? ആധുനിക കാലത്തെ പ്രശ്നം നമ്മളൊരിക്കലും കേൾക്കാത്ത പ്രശ്നങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്പം കരുതലോടുകൂടെ അറിവോടുകൂടെ ജീവിച്ചാൽ ഏതിനെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി അന്ന് തന്നതാണ്. ഏതു കാലത്തേക്കും അത് നിത്യപ്രസക്തമാണ്. അതിനു പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്കറിയാൻ പറ്റും, ഭാര്യയും ഭർത്താവുമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയൂ എന്താണ് ഒരാണും പെണ്ണും ഇത്ര സഹകരണത്തോടുകൂടെ എല്ലാം ത്യജിച്ചും എല്ലാ വിഷമങ്ങളും അനുഭവിച്ചും ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്.
കാരണം ഒരു കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വാപ്പയിലൂടെ, ഉമ്മയിലൂടെ, അല്ലെങ്കിൽ ഒരു ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ മാത്രമേ പറ്റുള്ളൂ. അവിടെയാണ് ഒരു കുടുംബം. എപ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാവുക? ഒരു കുടുംബം ഇവിടേക്ക് എത്ര കല്യാണം നടന്നിട്ടുണ്ടായിരിക്കും? എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഒരു വിവാഹം കഴിച്ചാൽ ഒരു പുതിയ കുടുംബമുണ്ടായി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകനും ഭാര്യയും താമസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു കുടുംബമുണ്ട്, നിങ്ങളല്ലാത്തൊരു കുടുംബമുണ്ട്. നിങ്ങളെപ്പോലെ അവർക്ക് രഹസ്യങ്ങളുണ്ട്, അവർക്ക് കുടുംബ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊരു പുതിയ കുടുംബമാണ്. അവർ പുതിയൊരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുടുംബം ഒരു വിവാഹത്തോടെ ജനിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. അതെന്ത് ബന്ധമാണ്? എന്റെ ഭാര്യയുടെ ഭംഗി കണ്ടിട്ടാണോ ഞാൻ അവളെ തന്നെ വിടാതെ കൂടെ നടക്കുന്നത്? അല്ലെങ്കിൽ എന്റെ ഭംഗി കണ്ടിട്ടാണോ അവൾ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാറ്റിനും അപ്പുറം ആ ബന്ധം മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ സ്നേഹമാണ്. അത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്തതാണ് ആ സ്നേഹമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സ്നേഹം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്തവരുണ്ട് കൂട്ടത്തിൽ. അതറിഞ്ഞു ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നന്നായി തീരുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു അതിശയോക്തി നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. അതായത് ജീവിതത്തിൽ ഇനി തിരിച്ചു വരില്ലെന്ന് വിചാരിക്കുന്ന രൂപത്തിൽ അവശനായ ഒരു രോഗി, അയാൾക്ക് ഭക്ഷണം ട്യൂബിട്ടതാണ്, ആ ട്യൂബിലൂടെ കൊടുക്കണം ഭക്ഷണം. ബാത്റൂമിലേക്ക് ഭാര്യ എടുത്തു കൊണ്ടുപോയി വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അയാളെ കുളിപ്പിക്കണമെങ്കിൽ ദേഹമാസകലം അവൾ തുടച്ചു കൊടുക്കണം, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കണം. ഒന്നും അയാൾക്ക് ചെയ്യാനാവില്ല. നാഡി നരമ്പുകളെല്ലാം തളർന്ന ഒരു രോഗി. ഇനി എല്ലാം തളർന്ന് വരികയാണ്. ഇനി അവസാനം തളർന്ന് വന്ന് ഈ ശ്വാസകോശത്തിന്റെ പേശികൾ കൂടെ തളർന്നാൽ അയാൾക്ക് ശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ അയാൾ മരിക്കും. അതാണ് അത്ര അവസാനത്തെ ഘട്ടം. അങ്ങനെ 5 വർഷം ഈ രൂപത്തിൽ ആ ഭർത്താവിനെ അവർ സംരക്ഷിച്ചു. എല്ലാം നൽകി സ്നേഹത്തോടു കൂടെ. നമ്മൾ ചെന്ന് കാണുമ്പോൾ നല്ല കുളിച്ചൊരുങ്ങി പോകാൻ തീരുമാനിച്ച രൂപത്തിൽ നല്ല ഡ്രസ്സിലാണ് അയാൾ ഇരിക്കുക, ഏറ്റവും നല്ല ഭക്ഷണമാണ് കൊടുക്കുക, വീട് മുഴുവൻ ഒരു രോഗിയുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം നീറ്റായി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ആ സുഹൃത്ത് മരിക്കുമ്പോൾ ഞാനുണ്ട് അവിടെ. അവസാനത്തെ നിമിഷങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഞാനുണ്ട്. ആ മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ ആ ഭാര്യ പറഞ്ഞ ആദ്യ വാക്ക്, അല്ലാഹുവേ, കുറച്ചു കാലം കൂടെ നോക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നില്ലേ. കുറച്ചു കാലം കൂടി നോക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാം ചെയ്തു കൊടുക്കുന്ന രോഗി മരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഈ കാലം വരെ നല്ല നിലക്ക് നോക്കി, ഏതായാലും നല്ല നിലക്ക് നോക്കി മരിപ്പിക്കാനായല്ലോ എന്നല്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? ഒരാൾ പള്ളിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. ഒരു പരിപാടി നടക്കുന്ന സമയമാണ് നമ്മളെ പള്ളിയിൽ. അപ്പൊ ഞാനെങ്ങനെ മാറി നിന്നപ്പോൾ അയാളോട് പറഞ്ഞു, ആ തിരക്കിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, 1 മിനിറ്റ്, എൻ്റെ ഭാര്യ മരിച്ചു. അവർ പറഞ്ഞു, കുറച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട രൂപത്തിൽ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാൻ തോന്നുന്നു, എന്ത് ചെയ്യാം, മരിച്ചുപോയി. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ എന്താ അറിയൂ, എന്താണ്, എനിക്ക് അവൾക്ക് രോഗമൊന്നും മാറണ്ട, അവൾ രോഗിയായി എൻ്റെ വീട്ടിന്റെ ഒരു മൂലയിൽ അല്പം നാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അയാൾക്ക് എന്തിനാണ് ഭാര്യ? ആ സ്നേഹം അത്ര വലുതാണ്. സുഹൃത്തുക്കൾ, നിങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അങ്ങനത്തെ ഒരു സ്നേഹം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് തലോടാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് വർത്തമാനങ്ങൾ പറയാൻ, സംസാരിക്കാൻ, വേർപെട്ടിരിക്കുമ്പോൾ കാണാൻ. ഈ സ്നേഹത്തിൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകൂ. ഈ സ്നേഹമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനികമായ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് എങ്ങനെ അറിയങ്ങള് എന്താണ് ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടൂർ കൊണ്ടുപോവുക, അതേപോലെ തന്നെ എന്താ നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഹോട്ടലിൽ കയറ്റുക, ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമായിരിക്കണം. അതല്ലാതെ ഇതൊക്കെ ഏതെങ്കിലും നിലക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ജീവിതത്തിന്റെ ഭാഗമായി ചെയ്യുന്നതുകൊണ്ട് അർത്ഥമല്ല. സ്നേഹത്തോടു കൂടെ ജീവിക്കുമ്പോൾ തീർച്ചയായും അത് വല്ലാത്തൊരു മാറ്റമാണ്. എന്തും ഉൾക്കൊള്ളാനും എന്തും വിട്ടുവീഴ്ച ചെയ്യാനും എന്ത് ചെയ്യുന്നറിയോ സാധിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മളടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരും. അനുസരണക്കേട് കാണിക്കണം, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത പയ്യന്മാർ.
അപ്പൊ നമ്മളിങ്ങനെ വെറുതെ എന്തൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ, ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ അനുസരണക്കേടും വാപ്പാനിമാനി ചോദ്യം ചെയ്യാനും മറുപടി പറയാനും ഒക്കെ ഉള്ള മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അപ്പൊ ഞാൻ വെറുതെ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? കുട്ടിയുടെ വാപ്പയും തമ്മിൽ എങ്ങനെയാണ്? അപ്പൊ പലപ്പോഴും പറയാൻ കാര്യങ്ങൾ, ഞങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പ്രശ്നമല്ല, അവന്റെ പ്രശ്നങ്ങളൊന്നും ശരിയാക്കിയെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് വാപ്പനോടും ഉമ്മനോടും എതിര് പറയേണ്ടത്, ധിക്കാരം കാണിക്കേണ്ടത്, പിണങ്ങേണ്ടത്, ദേഷ്യം പിടിക്കേണ്ടത് എന്നൊക്കെ ഈ കുട്ടിക്ക് എവിടുന്ന കിട്ടുക? എവിടുന്ന മനസ്സിലാക്കാൻ പറ്റിയത് പറഞ്ഞു? എവിടുന്ന? ഈ കുട്ടിക്ക് കിട്ടുന്നത് നമ്മളെടുക്കുന്നതാണ്. ഏത് ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്ന നിങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെന്തറിയോ, ഒരു സ്നേഹത്തോടുകൂടെ പെരുമാറാത്ത ഒരു വീട്ടിൽ നല്ല മക്കൾ ഉണ്ടാവുക പ്രയാസമാണ്. ഈ സ്നേഹത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴും വർത്താനം പറയുമ്പോഴും ഒക്കെ ശരിക്കും കുട്ടികൾ അതിങ്ങനെ കണ്ട് ആസ്വദിക്കണം, സന്തോഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാവുന്ന കാര്യമാണ്, ഈ കൗൺസിലിങ്ങിനൊക്കെ പലപ്പോഴും ആളുകൾ വരുമ്പോൾ, ഈ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾക്ക് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ വിഷമങ്ങൾ പറയുമ്പോൾ ഒരു കരയലും, സ്വാഭാവികമായും വിഷമങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കരയും. അപ്പൊ ഈ കരയുമ്പോൾ എന്താ വെച്ചാൽ ഈ കൂടെ വന്ന ചെറിയ കുട്ടികളുണ്ടായിരിക്കും, 2 വയസ്സോ 3 വയസ്സൊക്കെ. അപ്പൊ ആ കുട്ടികൾ ഈ ഉമ്മന്റെ കണ്ണുക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരയും. എന്തിനപ്പോ ഈ ഉമ്മ കരയണത്? നമ്മൾ സങ്കടപ്പെടുമ്പോൾ കുട്ടികൾ സങ്കടപ്പെടുമെങ്കിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിക്കും. നമ്മുടെ കളിച്ചിരികൾ ആ കുട്ടികളുടെ മനസ്സിനെ സന്തോഷമാക്കും, ഊഷ്മളമാക്കും. എന്നും വീട്ടിൽ നല്ല സംസാരങ്ങൾ, നല്ല സന്തോഷങ്ങൾ, നല്ല വർത്തമാനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടന്നാൽ നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും നല്ലവരായി വളരും. ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായത് അങ്ങനത്തെ ഒരു അത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലയോ, ഒരിക്കലും ആ കുട്ടികളിൽ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമോ നല്ല സ്വഭാവമോ ഒന്നും കാണാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ ഒരു കുടുംബം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് വരുന്ന കുടുംബ പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിച്ചാലും അതിന് ചില ആധുനികമായ സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ ആണിനും പെണ്ണിനും, ആണുങ്ങളെ ഭാഗം പറയുകയാണെങ്കിൽ എന്താ അറിയും, ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടാവാൻ പാടില്ല. മറ്റൊരു പെണ്ണ് നമ്മുടെ മനസ്സിൽ കയറിയാൽ, ഒരു പെണ്ണായിക്കോളന്നില്ല, ഈ പറഞ്ഞ മാതിരി ഫോണിലുള്ളതോ എന്തെങ്കിലുമൊക്കെ അശ്ലീലങ്ങൾ കാണുന്ന ഒരു സ്വഭാവമുള്ള ഒരാൾക്ക് ഒരു നല്ല ഭർത്താവാകാൻ പറ്റൂല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വേറെയുള്ള സംഗതികളൊക്കെ എന്താ വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നാൽ ഈ സ്വകാര്യമായ നമ്മുടെ കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ, ഈ ഫോൺ സൈറ്റുകൾ കാണാൻ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ നോക്കുക, അന്യ സ്ത്രീകൾക്ക് ചാറ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കരമായ അപകടമാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അള്ള പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോട് അടുത്ത് പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഫാഹിശത്ത് എത്രയും മോശമായ കാര്യമാണ്. ഒരാളുടെ പേരിൽ എന്ത് പറഞ്ഞാലും സാരല്ല പറയും. ഒരു കള്ളുടേതാന്ന് പറഞ്ഞാലും ആളുകൾ അത് കുറച്ചൊക്കെ ഉൾക്കൊള്ളും. എന്നാൽ അവൻ ഇങ്ങനെ ഈ പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിഹിതമായ ബന്ധങ്ങൾ പെടുന്ന ഒരാളാന്ന് പറഞ്ഞാൽ പിന്നെ അവന് ഒരു നിലക്ക് നമ്മുടെ ആരുടെയും മനസ്സ് സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്താ അറിയോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന്, വാട്സപ്പിൽ നിന്ന് ഒരു അന്യ പെണ്ണിന്റെ വോയിസ് കിട്ടിയാൽ, ഒരു അന്യ പെണ്ണ് ചാറ്റ് ചെയ്യുന്ന കണ്ടാൽ അവിടെ തീർന്നു നിങ്ങളുടെ ദാമ്പത്യ ബന്ധം. തൊലാക്കായി എന്നല്ല ഞാൻ പറഞ്ഞു, അത് തീർന്നു. കാരണം എല്ലാം അവിടെ അവസാനിച്ചു. വിശ്വാസം തകർന്നു, നിങ്ങളെ വല്ല മതിപ്പ് പോയി. നിങ്ങൾ എന്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിലും നിങ്ങളെ ഒരു അരക്കാശിന്റെ മതിപ്പ് അവളെ മനസ്സിലുണ്ടാവും. അവിടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, എന്റെ സ്ഥാനത്ത് അയാൾക്ക് മറ്റൊരു പെണ്ണും, അത് ഏത് പെണ്ണിനെ സഹിക്കാൻ പറ്റും? രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ അത് ഉൾക്കൊള്ളണം ശരിക്കും സ്ത്രീകൾ. പക്ഷെ അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവൾക്ക് അവിഹിതമായ ഒരു ബന്ധത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. അവർ സുഹൃത്തുക്കളെ നല്ല സൂക്ഷ്മത വേണം. കാരണം എന്താ അറിയോ, അത് സംഭവിക്കാൻ വലിയ പ്രയാസങ്ങളില്ല, വളരെ എളുപ്പമാണ്. കാരണം ഈ ഫോൺ സംവിധാനങ്ങൾ വന്നതോടുകൂടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആർക്കും എന്തും എത്ര സ്വകാര്യതയിലും
നിർവഹിക്കാൻ പറ്റുമെന്നതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് അവിഹിത ബന്ധങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രായ വ്യത്യാസങ്ങളില്ലാതെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം ഭർത്താവിനുണ്ട് എങ്കിൽ തീർച്ചയായും അത് പിടിക്കപ്പെടും. ഭാര്യക്ക് മനസ്സിലാവാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. അതുകൊണ്ട് അത് മനസ്സിലാകുന്ന നിമിഷം എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ഭാര്യ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. ഒരു കുടുംബത്തിൽ നമുക്കുണ്ടാകുന്ന സ്ഥാനവും പദവിയും എല്ലാം അതോടുകൂടി അവസാനിക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. ആക്ഷേപിക്കപ്പെടാത്ത വിമർശിക്കപ്പെടാത്ത കുറ്റമാരോപിക്കാത്ത ഒന്ന് സ്വന്തം ഭാര്യയോടൊപ്പമുള്ള സ്വന്തം ഇണയോടൊപ്പമുള്ള ലൈംഗിക ജീവിതം മാത്രമാണ്. മറ്റേത് വന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി മനസ്സുകൊണ്ട് പശ്ചാത്തപിച്ച് അവസാനിപ്പിക്കാം. ഒരു സംശയം വേണ്ട. എത്ര തന്നെ അഡിക്ഷൻ അതിനുണ്ടെങ്കിലും അത് നിർത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് ഒരു 2-3 ആഴ്ച നിർത്തി വെച്ചാൽ അത് താനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? തിരിഞ്ഞു പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു കുടുംബ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായും എനിക്ക് എൻ്റെ സഹോദരിമാരെ ഓർമ്മപ്പെടുത്താനുള്ള വശവും അത് തന്നെയാണ്. സഹോദരിമാരെ ഓർമ്മപ്പെടുത്താൻ ജീവിതത്തിൽ എന്തൊക്കെ തിരക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയും, അവരൊക്കെ അനുഭവിക്കുന്ന ഭാരവും ജീവിത പ്രയാസവും നമുക്ക് കണക്കാക്കാനാവാത്ത കാര്യം. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കും, ഒരു പുരുഷൻ ചെയ്യുന്ന അത്ര പണി ഒരു ജോലിയുള്ള സ്ത്രീ അവളുടെ ജോലിയുടെ ഭാഗമായി ഒരു ടീച്ചറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ എന്തെങ്കിലും ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ ജോലി അവർ ചെയ്യണം. അതിന്റെ പുറമെ ഒരു ജോലിയുമില്ലാത്ത വീട്ടിൽ മാത്രം ജീവിക്കുന്ന ഒരു ഹൗസ് വൈഫ്, ഒരു വീട്ടിൽ മാത്രം ഉള്ള ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ ഇവർ ചെയ്യണം. ചെയ്യാതെക്കാൻ പറ്റും. ഇനി വേലക്കാളെ കിട്ടിയാൽ പോലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും അവർ നിർവഹിക്കണം. എത്രയാണ് ചെയ്യണേ? ഇനി വല്ല മക്കളോ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ മരുമക്കൊക്കെ വല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഉമ്മന്റെ പണി നമ്മൾ എടുക്കണം. അത് ആ ഉമ്മക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ മകൾക്ക് 26 വയസ്സാവുമ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ അവൾക്ക് നോക്കാനുള്ള ആരോഗ്യമുണ്ട്. എന്നാൽ 56 വയസ്സായ ഒരു ഉമ്മ എന്ത് ചെയ്യാണ്? 2 പേരക്കുട്ടികളെ നോക്കുമ്പോൾ അതൊരു വലിയ ഭാരം തന്നെയാണ്, ചെറിയ ഭാരമല്ല. അത് ഏറ്റെടുക്കൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ ജോലി അവരെന്ത് ചെയ്യാണ്? ചെയ്യേണ്ടി വരികയാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ട പലതും ശ്രദ്ധിക്കാൻ കഴിയാതെ പോകും. അവിടെയാണ് ദാമ്പത്യം പ്രശ്നമായി വരുന്നത്. അവിടെയാണ് പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് മനസ്സ് നീങ്ങുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അവന്റെ സ്വകാര്യമായ ആവശ്യങ്ങൾ. അത് പുരുഷന് നിർബന്ധമാണ്, പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എന്താ അറിയൂ, ജീവിതത്തിൽ എല്ലാ ജോലികളും കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത, പുറത്തു പോയാൽ നമുക്ക് കിട്ടാത്ത, തൽക്കാലം വീട്ടിൽ തിരക്കാവുമ്പോൾ നാസ്ത കിട്ടിയില്ലെങ്കിൽ നമുക്ക് വഴിയിൽ ഹോട്ടലിൽ കയറാം, ഒരു 10-50 രൂപ മുടക്കിയാൽ നാസ്ത കഴിക്കാം. പക്ഷെ തൻ്റെ ഭാര്യയോടൊരു നല്ല വാക്കോ അല്ലെങ്കിൽ ശാരീരികമായ ഒരു ബന്ധമോ അങ്ങനത്തെ മാനസികമായ സന്തോഷങ്ങളോ ഇതൊക്കെ നൽകാൻ ഭാര്യ തന്നെ തയ്യാറാവും. അത് ഭാര്യയിൽ നിന്ന് തന്നെ ലഭിക്കണം. ഞാനത് നൽകുന്നില്ല, പക്ഷെ സമയമില്ല നമ്മുടെ സഹോദരിമാർക്ക് ജീവിത തിരക്കിനിടയിൽ. അതുകൊണ്ട് ബോധപൂർവം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇതിനൊരു സമയം കാണണം. കാരണം അത് ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള, ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് സമയം കണ്ട് സമയം നീക്കി വെക്കുക. ഇന്ന് ഞാൻ കേട്ടത്, ഇന്ന് കുറച്ചധികം ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണ് കുറേ ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ കേട്ട ഒരു സഹോദരി എൻ്റെ വോയിസ് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ ഭർത്താവ് അയാൾക്ക് വേറെ ഭാര്യമാരുള്ളപ്പോഴാണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ആങ്ങള അയാളെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യ അറിയാതെ നിങ്ങൾ ഇവളെ കല്യാണം കഴിച്ചിട്ട് ഭാര്യ എന്തെങ്കിലും അറിയുമ്പോൾ അത് പ്രശ്നമാവും, അപ്പൊ ഇവൾ വഴിയാധാരമായി പോകുമെന്ന് വെച്ചപ്പോൾ അയാൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഇനി എൻ്റെ ഭാര്യ അറിഞ്ഞാലും ഇവളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ്. ഇപ്പൊ ഭാര്യ അറിഞ്ഞു, ആകെ പ്രശ്നമായി എന്ന് മാത്രമല്ല, ഇവളെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ വളരെ മോശമായ വഴികളാണ് സ്വീകരിക്കുക. അവളെ ചീത്ത പറഞ്ഞു,
പീഡിപ്പിച്ചും പ്രശ്നമുണ്ടാക്കിയും നീ എങ്ങനെയെങ്കിലും എന്റെ വേണ്ടാന്നറിഞ്ഞ് പോന്നാണ് അയാൾ അവളോട് ആവശ്യപ്പെടുന്ന കാര്യം. അപ്പോ സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് ഇപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവാൻ കാരണം? അറിഞ്ഞിട്ടും കുറച്ചു കാലമൊക്കെ അയാൾ മുന്നോട്ട് കൊണ്ടുപോയി പെട്ടെന്ന്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഭാര്യ കുറച്ചു കാലമൊക്കെ ഈ പ്രശ്നങ്ങളായപ്പോൾ വിട്ടുനിന്നു. പിന്നെ അവൾക്ക് തോന്നി ഞാൻ വിട്ടുനിന്ന അയാൾ രണ്ടാമത്തെ ഭാര്യന്റെ കൂടെ അങ്ങനെ സമാധാനമായിട്ട് സുഖിക്കും. അപ്പൊ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവളൊരു പ്രത്യേകമായ ഒരു താല്പര്യത്തിൽ പിന്നെണ്ട ഇറങ്ങി. എന്നുവെച്ചാൽ മുമ്പൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് 10-20 കൊല്ലമായിട്ട് ഇല്ലാത്ത ഒരു പെരുമാറ്റവും രീതിയും സംസാരവും വർത്താനവും സൽക്കാരവും ഒക്കെ ആയിട്ട് അവളാണ്ട് ഒരുങ്ങി പുറപ്പെട്ടു. അവൾ ഒരുങ്ങി പുറപ്പെട്ടപ്പോ ഇയാളെ മനസ്സിൽ പിന്നെ പിള്ളേന്നെ മതിയല്ലോ, ഇനിയിപ്പോ എന്തിനാ വെറുതെ കൊണ്ടുവരുന്നതിന് ഇടങ്ങേറാവണത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ അയാൾ എന്ത് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ വേണ്ടാന്ന് വെച്ചത്. വിവരം അറിഞ്ഞിട്ടും അയാളത് ഉൾക്കൊണ്ട് എന്ത് ചെയ്തു, ആ ഭാര്യയുടെ എല്ലാ പീഡനങ്ങളും സഹിച്ചിട്ടും ഇവിടെ നിലനിർത്തിയിരുന്നു. പെട്ടെന്നൊരു മനംമാറ്റം. ഇപ്പൊ എന്താ മനംമാറ്റം? അവള് വന്ന് എല്ലാ നിലക്കും അയാൾ, ഞാൻ ചോദിക്കത്തില്ല രണ്ടാം പെണ്ണിട്ട് നിൽക്കണോ? ആദ്യം തന്നെ നമ്മുടെ ഭർത്താവിനെ കയ്യിലെടുത്താൽ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്ത് അതൊരു ജീവിതത്തിന് സന്തോഷമാക്കി തീർത്താൽ ഒരു പക്ഷേ ഒരു സ്ത്രീക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ പുതിയ പെൺകുട്ടികൾക്കൊക്കെ ഒരു സംശയം ഉണ്ടെന്ത്, ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ആണുങ്ങളെ നിയന്ത്രണത്തിൽ എവിടേക്കെങ്കിലും പോണെങ്കിൽ സ്വന്തം വീട്ടിൽ പോണെങ്കിൽ വരെ സമ്മതം വേണം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അവന് കല്യാണം വേണ്ടാന്ന് പറയുന്നുണ്ട്. വലിയ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നാണ്. ഞമ്മൊരു പ്രശ്നം സത്യത്തിൽ എന്താണ്? പുരുഷൻ എന്ന് പറയുന്നതിന്റെ, പുരുഷന്റെ അധികാരത്തെ ഖുർആൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. പുരുഷന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോലീസിന്റെ SIന്റെമാരുടെ അധികാരമല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസ്സാഇ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. അർരിജാലു പുരുഷന്മാർക്ക് എന്തുണ്ട്? സ്ത്രീകളുടെ മേലെ ഒരു സംരക്ഷണാധികാരമുണ്ട്. അതിന്റെ സംരക്ഷണാധികാരം അത് ഭർത്താവിന് മാത്രമല്ല, അത് ഭർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല. കല്യാണം കഴിയാത്തൊരു പെണ്ണിന് വാപ്പന്റെ നിയന്ത്രണമല്ലേ, സമ്മതം വേണ്ടേ? വാപ്പന്റെ സമ്മതം വേണ്ടേ? വാപ്പല്ലെങ്കിൽ ആണിന്റെ സമ്മതം വേണ്ടേ? ഒരാണിന്റെ സമ്മതം വേണം, ഒരാണിന്റെ സംരക്ഷണം വേണം, ഒരാണിന്റെ എസ്കോർട്ട് വേണം. അല്ലാതെ പറ്റൂല. അത് ഭർത്താവിന് മാത്രമല്ല, അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവളെ സംരക്ഷിക്കുക, അവൾക്ക് നിർഭയത്വം ഉണ്ടാവുക, അവളെ കൂടെ യാത്ര ചെയ്യുക, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയുടെ കൂടെ ഉണ്ടാവും. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വേണ്ടേ, ഒരു മഹറം വേണ്ടേ, ഒരാണ് വേണം. അതാണ് ഒരാണിന്റെ അധികാരം. അതെങ്ങനെയാണ് അയാൾക്ക് അധികാരം കിട്ടുന്നത്? കണ്ണുരുട്ടിയിട്ട് പേടിപ്പിച്ചിട്ടൊന്നുമല്ല. സമ്പത്ത് ചെലവഴിച്ചിട്ടാണ്. അതായത് അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. അവൾ ഇനി ഒരു പണിക്കും വേണ്ട, ജോലിക്കും വേണ്ട, ഒന്നും വേണ്ട, അവൾക്കുള്ള വസ്ത്രവും ഭക്ഷണവും മനസ്സമാധാനം എല്ലാം ഇയാൾ കൊടുക്കും. അതായത് ഒരു ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം ഏതുപോലെ അവൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ അതുപോലെ ഭർത്താവിനോട് അവൾക്ക് ക്ലെയിം ചെയ്യാം അവളുടെ എല്ലാ ആവശ്യങ്ങളെയും. അത് കൊടുത്തില്ലെങ്കിൽ കോടതി കൊടുത്താൽ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഭർത്താവിനെ സംരക്ഷിക്കണില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഗവൺമെന്റ് പിന്നെ കോടതി നിശ്ചയിക്കുന്ന പണം അതിലേക്ക് വരും. അത്രമാത്രം അവകാശമുണ്ട് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്നും അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാൻ അത്രമാത്രം അധികാരമുണ്ട്. അപ്പോ ഒരു വാപ്പയെ പോലെ, ജ്യേഷ്ഠനെ പോലെ, അതേപോലെ തന്നെ സംരക്ഷണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഭർത്താവിന്. സത്യത്തിൽ ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം ആരത്തരങ്ങൾ പെണ്ണുങ്ങളെ ഇരുത്താണ്. പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ ഭാര്യയൊന്ന് പണി മുടക്കിയാൽ, അവളൊന്ന് വീടിന്റെ കാര്യത്തിലൊന്ന് പിണങ്ങിയാൽ വീട് നിശ്ചലമാകും. എന്റെ സുഹൃത്തിന്റെ ഭാര്യ മരിച്ചു ആക്സിഡന്റിൽ. ഞാൻ അയാളെ വീട്ടിൽ ചെന്ന് മരിച്ച് 3-ാമത്തെ ദിവസത്തിൽ ഞാൻ എത്തിയത്. അപ്പൊ ചെന്നപ്പോ അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞ എന്താ അറിയോ, വരാന്തിയിൽ നിന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ വീട് നിന്നുപോയി, ഈ വീട് നിന്നുപോയി. അപ്പൊ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഭാര്യമാര് മരിച്ച ചിലപ്പോൾ 3 മാസമോ 4 മാസമോ ഒക്കെ കഴിഞ്ഞ മുന്നേ കല്യാണം കഴിക്കും. പിറ്റേ തന്നെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ തെറ്റുന്നില്ല. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും പറയും, കണ്ടോ അവളും മരിച്ചിട്ട് ഒരു വിഷമം അവനില്ല, എത്ര പെട്ടെന്ന് അപ്പൊ അവൻ വിവാഹം കഴിച്ചതെന്ന് പറയും. സത്യത്തിൽ എന്താ അറിയോ, ഈ മരിച്ച സങ്കടം ഇല്ലാഞ്ഞിട്ടോ ഇവളെ മറന്നു പോയിട്ടൊന്നുമല്ല. ഒരു ഭാര്യ ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരാണിന്. ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ മരിച്ചാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം ഒരു പെണ്ണിനെ ആശ്രയിക്കണം. നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവരെ കൺട്രോളിലാകും നമ്മൾ.
എല്ലാ പുരുഷന്മാരും ഭാര്യമാരെ കൺട്രോളിലാണ്. അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവാണ്. നമ്മുടെ പെൺകുട്ടികളെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഇവര് പോലീസുകാരമായി ഇങ്ങനെ നടക്കുകയാണ്, നമുക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നാണ്. വീടിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ടാണ് അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്ത്. എന്താ റാഇയത്ത് എന്ന് പറഞ്ഞാൽ? ഭരണാധികാരി എന്നാണ്. ഒരു വീടിന്റെ ഭരണാധികാരിയാകുന്നു സ്ത്രീ. അൽ മർഅത്തു റാഇയത്തു. അവൾ വിചാരിച്ചാലേ ആ വീടിന്റെ കാര്യം വരണു. ഒരു പക്ഷേ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകിയാൽ ഭർത്താവ് മാത്രം വീട്ടിലാണെങ്കിൽ ഒരു പക്ഷെ അതിന്റെ വാൽവ് എവിടെയെന്ന് പോലും അയാൾക്ക് അറിഞ്ഞോളുന്നില്ല, സ്വിച്ച് എവിടെയെന്ന് പോലും അറിഞ്ഞോളുന്നില്ല. അത്രമാത്രം അജ്ഞത പല പുരുഷന്മാർക്കും വീടിന്റെ കാര്യങ്ങളിലുണ്ട്. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രണം. ഈ നിലക്ക് രണ്ടുപേരും തങ്ങളുടെ ആ ഒരു പരിഗണന, ഭർത്താവിന് നൽകേണ്ട ഒരു പരിഗണന നൽകാൻ സമയവും സന്ദർഭവും കാണിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. സഹോദരങ്ങളെ, എന്ത് പ്രശ്നം പരിഹരിച്ചു പോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ പരസ്പരം വെറുതെ ഉപദേശിക്കരുത്, തർക്കിക്കരുത്. നിങ്ങൾ എന്താ വളരെ സ്മൂത്തായി, നിങ്ങൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ നിങ്ങൾ കാണുകയാണ്. അപ്പൊ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, അവിടെ എവിടെ നാട്, എവിടെ വീട്, എന്താ ജോലി. പിന്നെ നമ്മൾ രണ്ടുപേരും കസേരയിൽ ഇരുന്നിട്ട് 1.5 മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാം. അല്ല, നമുക്ക് പരിചയമേ ഇല്ല. ഒരു OP ഡോക്ടർ മുന്നിൽ OP ഇരിക്കണം നമ്മൾ. അപ്പൊ അപ്പുറത്തിരിക്കണ ഒരു പെണ്ണിനോട് നമ്മൾ സംസാരിക്കാൻ, ആണിനോട് സംസാരിക്കാൻ എത്ര നേരം നമുക്ക് സംസാരിക്കാം? നമ്മൾ വഴക്കടിക്കോ തർക്കിക്കോ? ഒന്നുമില്ല. അങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഇപ്പോഴാ പറ്റുക. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെയൊന്നും പറഞ്ഞ് തെറ്റാതെ, തർക്കിക്കാതെ, വാദിക്കാതെ വളരെ നല്ല ഈ സംസാരം കൊണ്ട് മാത്രമേ മനസ്സടുക്കുള്ളൂ. ഈ സംസാരത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നവും പ്രയാസവും പറയാം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സ്ത്രീകളൊക്കെ എന്താ അറിയോ, ഭർത്താവ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മണിക്കൂറുകളോളം നമ്മളോടൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ പറയുമ്പോ എന്താ വെച്ചാൽ നമുക്കിത് കേട്ട് 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 അത്ര സമയം പറയാം. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇത് ഈ ഭർത്താവിനോട് പറഞ്ഞ പോലെ, നമ്മൾ ഈ ഭർത്താവിനോട് പറഞ്ഞൂടെ ഈ വിഷമങ്ങളൊക്കെ, ഞാൻ ഇത്രയൊക്കെ വിഷമിച്ചിട്ടാണ് ജീവിക്കണത്. അത് പറയാനൊരു സമയം അവൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തി നല്ല സന്തോഷത്തോടെ ജീവിച്ച് മക്കൾക്ക് എപ്പോഴും മനസ്സിന് സന്തോഷവും ആഹ്ലാദവും നൽകുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. സുഹൃത്തുക്കളെ, ഇതിലൊക്കെ ഉപരിയാണ് നമ്മുടെ മക്കളെ കാര്യം. നമ്മൾ വളരെ ചിന്തിക്കണം. കാരണം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാണ്. എന്താണ് മക്കളെ ഏറ്റവും വലിയ പ്രശ്നം തരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊക്കെ ഒരേ നിലവാരമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണോ? നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട്, കാറിൽ വന്ന ആൾക്കാരുണ്ട്, ഓട്ടോറിക്ഷയ്ക്ക് വന്ന ആൾക്കാരുണ്ട്, ബൈക്കിൽ വന്ന ആൾക്കാരുണ്ട്, വാടക വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരുണ്ട്, നമ്മളൊക്കെ. പക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കി, നിങ്ങൾ എല്ലാം ഒരേ സ്റ്റാൻഡേർഡ് ഡ്രസ്സായിരിക്കും. ഒരു സമ്പന്നൻ അവന്റെ മക്കളെ എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ ഇല്ലെങ്കിലും നമ്മളൊക്കെ നോക്കും. നമ്മുടെ മാനദണ്ഡം എന്താ വെച്ചാൽ, എൻ്റെ അടുത്തില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ കുട്ടിക്കൊരു കുറവും വരാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് അവർക്ക് എന്ത് വേണമോ അതെല്ലാം നൽകിയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അവര് 3 കുട്ടികളായപ്പോൾ ഭർത്താവ് ഒഴിവാക്കിയ മരിക്കുക എന്തോ ചെയ്തു, എല്ലാവരും വിധവയായി. അപ്പോൾ വിധവയായപ്പോൾ എന്ത് ചോദിച്ചാൽ, അവളുടെ വീട്ടുകാർ അവരുടെ തറവാടിൻ്റെ അടുക്കൽ ഒരു ചെറിയ സ്ഥലം കൊടുത്ത് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയും കുട്ടികളെ അവിടെ താമസിച്ചു. അപ്പൊ ഈ 3 കുട്ടികളെ ഈ സ്ത്രീ നോക്കി. അപ്പൊ അവർ നല്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ അവർക്ക് ചെറിയ ജോലിയൊക്കെ അറിയാം. ആ ജോലി വെച്ച് അധ്വാനിച്ച് വീട്ടിലത്തെ പണിയൊക്കെ തീർത്ത് അവരധ്വാനിച്ച് മക്കളെയൊക്കെ പഠിപ്പിച്ചു. മക്കളെയൊക്കെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, മൂത്ത മകൾ എന്താണ് സിവിൽ സർവീസിന് ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്തു. സിവിൽ സർവീസ്, ആ സിവിൽ സർവീസിന് അറ്റൻഡ് ചെയ്യാൻ എത്ര ഫീ കൊടുത്തിട്ടാണ് അവർ ചേർത്തറികൾ. താഴെയുള്ള 2 കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വലിയ ഫീസ് കൊടുത്താൽ പഠിപ്പിക്കണം. അപ്പൊ ഇപ്പൊ അവരെന്നെ വിളിച്ചത് എന്തിനാ അറിയങ്ങൾ, ഈ മൂത്ത മകൾക്ക് ഈ സമയത്ത് പ്രിലിമിനറി കിട്ടിയില്ല, സിവിൽ സർവീസിലോ അതിൽ അവൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് രണ്ടാമത് ഒരിക്കൽ കൂടെ പരീക്ഷയ്ക്ക് ഇരിക്കണം. അതിന് ആയിരങ്ങൾ വേണം, അവരെ കയ്യിലില്ല. കാരണം അവർക്ക് ചെറിയൊരു അസുഖം വന്നു, അതുകൊണ്ട് ഇപ്പൊ ജോലിക്ക് പോകാൻ കഴിയാതെയായി. അപ്പൊ വീട് മെല്ലെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോ മൂത്ത മകൾക്ക് 19 വയസ്സുണ്ട്. അവളോട് എൻ്റെ അടുക്കൽ ഇപ്പൊ കാശില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണില്ല. അവൾക്ക് മനസ്സിലാവാത്തതിന്റെ വേദന പറയാനാണ് വിളിക്കുന്നത്. എൻ്റെ മകളെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? എനിക്ക് പുറത്തു പോയി യാചിക്കാൻ പറ്റുമോ? അവൾക്ക് പറ്റുന്ന, എനിക്ക് കഴിയുന്ന ഒരു കോഴ്സിന് ചേർന്നിട്ട് ഇനി മുതൽ പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയും, ഒരു നിവൃത്തിയും ഇല്ലാത്തവരുടെ മക്കളെ പോലും ഏറ്റവും സമ്പന്നമായിട്ടാണ് നമ്മൾ വളർത്തുന്നത്.
അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് എന്താ അറിയില്ല അറിയങ്ങൾ, നമ്മുടെ മറ്റൊരു മുഖം അറിയില്ല. ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഇപ്പൊ ഒന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് വരാൻ 100-300 ടീനേജിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തു 3 മണിക്കാണ്, ഒരു അരമണിക്കൂർ. എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത എന്താ അറിയങ്ങൾ, നിങ്ങൾ കാണാത്ത ഒരു മുഖമുണ്ട് എല്ലായിടത്തും ഉണ്ട് കാണാത്തൊരു മുഖം. ഞാൻ ഉദാഹരണം പറഞ്ഞെടുത്തത്, ഞാൻ ഊരിന വൈക്കിന്റെ ടൗണിലുള്ള ഒരു ഹോട്ടലുണ്ട്. അത് 3 മണിക്കാണ് തുറക്കുക. അത് രാത്രി 11 മണി വരെ ഉണ്ടാകും. അവിടെ 3 മണിക്ക് വന്നാൽ അത് മുതൽ 11 മണി വരെ പൊറാട്ട അടിക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരു മഞ്ഞക്കുപ്പായമുണ്ട്. ഞാൻ അവനെ കാണുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ, അടി മുതൽ മേലെ വരെ വേർത്തിട്ടാണ് അവനുണ്ടാവുക. വേർത്തത് എങ്ങനെയാ വെച്ചാൽ അപ്പുറത്ത് പൊറാട്ട കല്ലിന്റെ ചൂട് കൊണ്ടാണ് അവൻ വേർക്കുന്നത്. എങ്ങനെയാണ് അവർ ഈ 3 മണി മുതൽ 11 മണി വരെ നിൽക്കാൻ പറ്റുന്നത്? ഞാൻ കുട്ടികളോട് പറഞ്ഞു, നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് AC ഇരുന്ന് നല്ല ഫർണിഷ് ചെയ്ത തീൻമേശകളിൽ ഇരുന്നിട്ട് 2 പൊറാട്ട വരട്ടെ എന്ന് പറയുമ്പോൾ ചൂടോടെ ലൈവായി പൊറാട്ട വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, അപ്പുറത്തൊരു പൊറാട്ടക്കാരനുണ്ട്. 3 മണി മുതൽ 11 മണി വരെ ചൂട്. ആ വശം അറിയില്ല, മറ്റൊരു മുഖമുണ്ട്. ഇനിയും സിവിൽ സർവീസിന് പോകണമെന്ന് പറഞ്ഞ മകൾക്ക് ഉമ്മ മാത്രം അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ട്, അത് അവൾക്കറിയില്ല. ഭർത്താവില്ലാത്ത, സംരക്ഷിക്കാനാളില്ലാത്ത, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ജോലിക്ക് പോകാൻ പറ്റാതെ ഇനി എങ്ങനെ ജീവിക്കുമെന്നാലോചിച്ച് ഉരുകുന്ന ഒരു ഉമ്മയെ മനസ്സിലാക്കാൻ 19 വയസ്സായ മകൾക്കും പറ്റുന്നില്ല. അവിടെയാണ് നമ്മുടെ കുട്ടികളുടെ പരാജയം. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഉമ്മ ഇങ്ങനെ വിഷമിച്ച് ശ്വാസം മുട്ടി കിടക്കുമ്പോൾ അവൻ കൂളായി, അവൾ കൂളായി അപ്പുറത്ത് മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കും. മോളെ ഒരു ഗ്ലാസ് ചുടുവെള്ളം എടുക്കുക എന്ന് പറയുമ്പോൾ അവൾ മുഖം ചുളിച്ച് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പോണോന്ന് ആലോചിച്ചിട്ട് പിന്നെ എങ്ങനെ മെല്ലെ എഴുന്നേറ്റ് മടിയോടുകൂടെ പോകും. നമ്മൾ അസുഖമായി കടന്നാൽ പോലും അവർക്കൊന്നും തോന്നൂല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ കുട്ടികൾ എങ്ങോട്ടേക്ക് പോകും? നമുക്ക് അവരിങ്ങനെ കൊണ്ടുപോകണം. സഹോദരങ്ങളെ, അവര് ചിലതൊക്കെ ബോധ്യപ്പെടുത്തണം. എൻ്റെ സുഹൃത്ത് ഡോക്ടർ, അയാൾ പാലിയേറ്റീവില് ആളുകൾക്ക് വളണ്ടിയേഴ്സിന് പ്രാക്ടീസ് കൊടുക്കുന്ന ആളാണ്, പരിശീലനം കൊടുക്കുന്ന ആളാണ് അയാൾ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ വലിയൊരു സത്യമുണ്ട്. ഇത് ഞാൻ പരിഹാരമാണ് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്കുള്ള പരിഹാരം. എന്താണ് പറഞ്ഞത് നിങ്ങൾ? ഈ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് അടിപൊളി പയ്യന്മാര് എന്ത് ചെയ്യുന്നറിയോ, ഇവിടേക്ക് ഈ കോഴ്സിന് വരും. WHO കോഴ്സാണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുകൊണ്ട് അവർ ഈ കോഴ്സിന് വരും. ഈ കോഴ്സിന് വരുമ്പോൾ ഇവരെങ്ങനെ വരിക? നിങ്ങൾ ഏതെങ്കിലും വല്ല കഞ്ചാവ് മാഫിയനെ പോലുള്ള കോലത്തിലാണ് വരിക. വന്നിങ്ങനെ കയറിയിട്ട് ക്യാൻസർ വന്ന് മരണശയ്യയിൽ കിടക്കുന്ന ഒരു 2-3 രോഗികളെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവരുടെ ചരിത്രം, ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കിന് ഇവന്റെ മുഖം ഇങ്ങനെ മാറും. കാരണം അവൻ കാണാത്ത മറ്റൊരു ലോകം അവൻ കാണുകയാണ്. ആ ഡോക്ടറിനോട് പറഞ്ഞു, ഈ പയ്യന്മാരൊക്കെ നേരാക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ക്യാൻസർ ഹോസ്പിറ്റലിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഒരു 2 മിനിറ്റ്, ഒരു 4 മിനിറ്റ് ചെലവഴിക്കാനും ഒരു രോഗിയോട് സംസാരിക്കാനും അവസരം കൊടുത്താൽ മതി. നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല മറ്റൊരു ലോകത്തെക്കുറിച്ച്. ആ ലോകം അനുഭവത്തിൽ വരണം. അനുഭവത്തിൽ വരുമ്പോഴേ വരുള്ളൂ. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ഈ കുറെ പയ്യന്മാരെ ഭയങ്കര ടെൻഷനായിട്ട് കൊണ്ടുവരലുണ്ട്, ഡിപ്രഷനായിട്ട്. അപ്പൊ ഞാൻ ഏറ്റവും അധികം ഡിപ്രഷൻ കണ്ടത് ആർക്കാണെന്ന് അറിയുങ്ങൾ? ഈ ആൺകുട്ടികളിൽ. ആർക്കറിയോ? പെട്ടെന്ന് ഇപ്പൊ ഈ കോവിഡൊക്കെ ആയിട്ട് കുറെ ആൾക്കാരെന്താ വെച്ചാൽ പെട്ടെന്ന് മരണപ്പെട്ടു. ഈ മരണപ്പെട്ടു പോകുന്ന പലരുടെയും മൂത്ത മകൻ, മൂത്തത് ആൺകുട്ടിയായിരിക്കും. ഈ വാപ്പ മരിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഇവനോട് പറയും, ആ ഇനി ഇവനാട്ടോ, ഇവനെ ഉള്ളൂ അല്ലേ, ഇവൻ നോക്കിക്കോളും, ഇവനാണ് ഇനി എല്ലാ കാര്യം ചെയ്യുക. ഇതിങ്ങനെ കേട്ടിട്ട് ഇവര് തോന്നുക, പടച്ചോനെ ഈ വീടൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടെടുക്കുക. അവന് ശരിക്കും ഡിപ്രഷനാണ്. കാരണം അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിൽ ഒരു ചായയുടെ ടെൻഷൻ പോലും അനുഭവിക്കാത്ത ഒരു കുട്ടി എങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാരം താങ്ങും? അവന്റെ മനസ്സ് തളരുകയാണ്, അവൻ മുന്നോട്ട് പോകാൻ പറ്റൂല. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ ജീവിക്കും? എന്തേ പെൺകുട്ടികൾ കല്യാണം വേണ്ട പറഞ്ഞത്? എന്താ കല്യാണം വേണ്ട പറഞ്ഞത്? നിങ്ങൾക്കറിയോ, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്തൃ വീട്ടിൽ വരുന്ന ഒരു പെണ്ണിന്റെ പലപ്പോഴുമുള്ള മാനസികാവസ്ഥ വല്ലാത്തൊരു, നമ്മുടെ വീടല്ലാത്തൊരു വീട് പോയി താമസിക്കാണ്, ഒരു പുതിയ ലോകം. അവിടുന്ന് കുറച്ചൊരു നല്ല നിലക്ക് ഭർത്താവിന്റെ ഉമ്മയും വീട്ടുകാരും പെരുമാറും കൂടി ചെയ്യണില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ നിർബന്ധിതമായി വീട്ടിൽ ജോലികൾ ചെയ്യാണ് അല്ലേ? അതൊക്കെ ഇപ്പോ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന വല്ല സ്ത്രീകൾക്കും അത് വല്ലതും തോന്നിയിരുന്നില്ല.
അവരവിടെ വന്നാൽ പണി തുടങ്ങും, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇപ്പൊ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അങ്ങനെ എങ്ങാനും ഒരു നല്ല രൂപത്തിലല്ലാതെ പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായാലും ഒരു വരവ് വരെ ഓള് വെയിറ്റ് ചെയ്യും. അടുത്ത വരവ് വന്നാൽ ഇനി അങ്ങോട്ടാണെങ്കിൽ ഞാൻ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റും പറഞ്ഞേക്കാനും. കാരണം അവർക്ക് അങ്ങനെ ഒരു ജീവിതം പരിചയമില്ല. മിക്കവാറും ഇന്നത്തെ കുടുംബ പ്രശ്നങ്ങളിൽ വളരെ വലിയൊരു വശം ഈ വശത്തിനുണ്ട്. ഞാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടുപണി എടുപ്പിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അവർക്ക് ജീവിതത്തിന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എത്ര മാത്രമെന്നറിയോ, നമ്മുടെ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന കുട്ടിയോട് പറഞ്ഞു തരും, എടാ നിന്നൊക്കെ വളർത്താൻ നിന്റെ വാപ്പ എത്ര കഷ്ടപ്പെട്ടു, നിന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടു, അതിന്റെ കുറച്ച് കഥയൊക്കെ വാപ്പാനോട് ഉമ്മാനോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ എന്താ പറയണു, അതൊക്കെ വാപ്പാനി ഉമ്മാനി പണിയാണ്. അതിപ്പോ എന്തത്ര പറയാന്? വാപ്പയാകുമ്പോ പിന്നെ നമുക്ക് വേണ്ടത് തരണ്ടേ, ഉമ്മയാകുമ്പോ നമുക്ക് വേണ്ടത് തരണ്ടേ, ഇപ്പൊ എന്തത്ര പറയാന്? അപ്പൊ സഹോദരങ്ങളെ എന്തോലും മനസ്സ് ആരോടും കടപ്പാടില്ല. നമ്മളിപ്പോ ഈ അധ്യാപകന്മാരെന്നൊക്കെ പറഞ്ഞ ഒരാളെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. അയാൾ ഗവൺമെന്റിന് ശമ്പളം വാങ്ങിയല്ലേ പഠിപ്പിക്കണേ, അതയാളെ പണിയല്ലേ, അതയാളെ ജോലിയല്ലേ. നമ്മളിതിനപ്പോ അയാളെ ബഹുമാനിക്കണേ, ഡോക്ടറെ നമ്മളിതിനെ ബഹുമാനിക്കണേ, അയാൾക്ക് നമ്മൾ ഫീസ് കൊടുക്കണില്ല. പുതിയ തലമുറയുടെ മനസ്സാണ്. നമുക്ക് ആരോടും ഒരു കടപ്പാടുമില്ല. സത്യം പറഞ്ഞാൽ ഈ സംഘടനയുടെ ആൾക്കാർ ഇനി പുതിയ തലമുറ കുട്ടികൾക്ക് ക്ലാസ് മാത്രം കൊടുത്താൽ പോരാ. എന്താ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കുട്ടീനെ എന്ത് ചെയ്യാച്ചാൽ കുറച്ച് പ്രായമായി വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെത്തൊക്കെ പറഞ്ഞേക്കാം. എന്നിട്ട് ഓരോപ്പൊന്ന് സംസാരിക്കട്ടെ. അത് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ജീവിതത്തിന് മറ്റു വശമുണ്ട്. ഒരു വയസ്സായ ഒരാള് അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു തലമുറയുടെ അടുക്കൽ നിങ്ങൾക്ക് എന്ത് സംരക്ഷണം ലഭിക്കും? നിങ്ങൾ അവരെങ്ങനെ നോക്കും? നമ്മുടെ ജീവിത സൗകര്യത്തിനും തടസ്സം നിൽക്കുന്ന രൂപത്തിൽ നമുക്കിതൊന്നും ഏറ്റെടുക്കാൻ പറ്റൂല എന്ന് അടുത്ത തലമുറയുടെ മക്കൾ പറയാനിരിക്കുന്നു. അവർക്കൊക്കെ നല്ല അനുഭവങ്ങളും ബോധങ്ങളും നമ്മൾ നൽകിയാൽ മാത്രമേ പറ്റുള്ളൂ സഹോദരങ്ങളെ. ഇത് മാത്രമല്ല, നമ്മുടെ പുതിയ കാഴ്ചപ്പാടുകൾ, ഞാൻ പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരുമ്പോൾ ഉണ്ടാകുന്ന മിക്സിങ്, ഇഖ്തിലാത്ത് വളരെ വലിയ പ്രശ്നമാണ് സഹോദരങ്ങളെ. നിങ്ങളൊരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കരള് പൊട്ടിപ്പോകും. എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്ന ഇടപെടലുകൾ, ഓരോ വീഡിയോകൾ നമ്മൾ കാണുന്നില്ലേ? ഒരു നിലക്കും ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസുകളെ കൊണ്ട് മനോഹരമായൊരു വീട്, പുറത്തുനിന്ന് കല്ലുകൊണ്ട് ഒരു സാമൂഹ്യ ദ്രോഹി എറിഞ്ഞുടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര വിഷമമുണ്ടാവും? അതിനേക്കാളും വിഷമാണ് 16-17 വയസ്സായ പെൺകുട്ടികളെ യാതൊരു സംസ്കാരവുമില്ലാത്ത അലബലാദികളായ ചെക്കന്മാരെ ഓരോ മതിലിനപ്പുറത്തേക്കും ഓരോ ഗ്രൗണ്ടിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും കൊണ്ടുപോയിട്ട് അവളെ മടിയിൽ തലവെച്ച് അവളെ കൈവച്ച് എല്ലാ തോന്നിയാസങ്ങളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകും. പടച്ചോനെ, എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു മകള്. നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് ഒരു ബോധം നൽകണ്ടേ സഹോദരങ്ങൾ? ബോധം നൽകണ്ടേ? ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രേമത്തിൻ്റെ കേസ് ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു എനിക്ക് അവനെ വേണ്ട. അത് പറഞ്ഞ ഉടനെ ഇവന് ഡിപ്രഷനായി. എന്നാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കാണണം, ഇവനിങ്ങനെ വെറുതെ വായ പൊളിക്കുക, ഓരോന്ന് പറയാ, പിച്ചും പേയും പറയാ. അപ്പോൾ തൽക്കാലം ഞാൻ പുറത്തൊക്കെ തട്ടിയിട്ട് എന്ത് പ്രശ്നമാണെങ്കിലും ഇത് പറഞ്ഞോ, അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല, കൂടുന്ന ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു വന്നു എന്താണെങ്കിലും പറഞ്ഞോ. അപ്പം പറഞ്ഞു അവൾ പോയി. അപ്പോൾ ആര്? എനിക്ക് എൻ്റെ കോളേജിലൊരു കുട്ടീനായിട്ട് ഒരു പ്രേമം ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ ഇനി ഇന്നെ വേണ്ടാന്നാ പറയണത്. അപ്പം ഞാൻ വിളിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഈ പോകാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ കാരണം എന്താ നിങ്ങൾ? കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഒരു ബന്ധു ഇവന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങളുടെ ബന്ധം, എത്രമാത്രം ആഴമുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിനറിയോ? നിങ്ങൾ അങ്ങനെ നിന്റെ കൂടെ തന്നെ അവളെ പറഞ്ഞയച്ചാലേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ അവിടെ വാപ്പനോടും ഇവരോട് പറഞ്ഞിട്ട് ഞാനൊരു കല്യാണം നടത്തിരാൻ പറ്റുമോ നോക്കാം. അപ്പൊ എല്ലാം നീ എന്നോട് പറയും. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? നിങ്ങള് അടിമുടി ഓല് തമ്മിലുണ്ടായ ഓല് താമസിച്ചതും ശാരീരിക
മനസ്സിലായി? ആ മുഴുവൻ കേസും വെച്ചിട്ട് അവളെ വീട്ടുകാർ ചോദ്യം ചെയ്തു. അപ്പൊ പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയകാലത്ത് പ്രേമല്ല, ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവര് ദുരുപയോഗപ്പെടുത്തേനെ. അതിനൊരു അന്തവുമില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ നിന്നു കൊടുക്കുന്നു എന്നുള്ളത് എത്ര സങ്കടകരമാണ് സഹോദരങ്ങളെ. അത് കേട്ടപ്പോൾ നമ്മൾ തമ്മിലുള്ള എല്ലാ സ്വകാര്യവും ഇവരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവനോട് അവൾ പിണങ്ങിയത്. നമ്മൾ ഇത്ര രഹസ്യമാക്കി വെച്ച കാര്യങ്ങളെല്ലാം എന്റെ വീട്ടുകാരോട് പറഞ്ഞില്ല നീ, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിവാക്കിയത്. ഓനത് പറയാനൊരു മടിയില്ല, കാരണം അവൻ അവളെ ഉപയോഗപ്പെടുത്തി ജീവിക്കുകയാണ്. പക്ഷെ അവൾക്ക് ചില രഹസ്യങ്ങളും സ്വകാര്യതകളും ഉണ്ട്. എന്തപ്പോ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ, കുട്ടികൾ ചോദിക്കും, പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ എന്താ നിങ്ങൾ? കല്യാണം കഴിക്കാൻ ചില അന്വേഷണങ്ങളും ചില സംഗതികളൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ പ്രേമിച്ചാൽ എന്താ അറിയോ? ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവനെ തന്നെ വേണം, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവളെ തന്നെ വേണം. വയസ്സുകൊണ്ട് ഒത്തിട്ടാണോ, കുടുംബം കൊണ്ട് ഒത്തിട്ടാണോ, കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടിട്ടാണോ, ഒരു പരിഗണനയില്ല. ഒരു വിവാഹം നടക്കാൻ ആവശ്യമായ ഒരു പരിഗണനയുമില്ല. വയസ്സിന്റെ പരിഗണന, മതത്തിന്റെ പരിഗണന, വിശ്വാസത്തിന്റെ പരിഗണന, ആദർശത്തിന്റെ പരിഗണന, സൗന്ദര്യത്തിന്റെ പരിഗണന, കുടുംബത്തിന്റെ ചേർച്ച ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് അതന്നെ വേണം. അങ്ങനത്തെ വിവാഹങ്ങൾ എത്ര മുന്നോട്ട് പോകും? അതന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിന്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് 1, 2, 3 ദിവസം ജീവിച്ച് വഴിയാധാരമായി പോകുന്ന, കൊലപ്പെടുത്തപ്പെടുന്ന, കഴുത്തു മുറിക്കപ്പെടുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പറഞ്ഞു കൊടുക്കണം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ജീവിതമാണ് ഇത് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായും അവർ മാറും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ക്യാമ്പ് നടക്കുകയാണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട്. 6 or 7 ദിവസത്തെ ഒരു ഗേൾസ് ഗ്യാതറിങ്. അപ്പോ ആ ക്യാമ്പിനെ കുറിച്ച് കേട്ടപ്പോ ഒരു പെൺകുട്ടിനെ അങ്ങോട്ട് അയച്ചു. അപ്പൊ ആ പെൺകുട്ടിനെ അവിടെ ബന്ധുക്കളൊക്കെ കൂടെ പറഞ്ഞയച്ചാണ്. പറഞ്ഞയക്കേണ്ട കാരണം എന്താ വെച്ചാൽ, അവൾ ഒരുത്തനെ പ്രേമിച്ചിട്ട് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തു. കല്യാണം നടത്തി കൊടുക്കാൻ 2 കൂട്ടരുടെയും രക്ഷിതാക്കൾ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോഴും കുടുംബക്കാർക്കൊരു പ്രതീക്ഷ, അല്ല ക്ലാസ്സിനൊക്കെ പോയിട്ട് അവളെ മനസ്സ് മാറുകയാണെങ്കിലും. അങ്ങനെ ക്ലാസ്സിന് വന്നു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ മനസ്സ് മാറി. അവൾ ഗൾഫിൽ കിടക്കുന്ന വാപ്പക്ക് കരഞ്ഞ് ഫോൺ ചെയ്യാൻ. ആ ഗേൾസിന്റെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞാണ്, ഞാനാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ ദയവ് ചെയ്ത് ആ കല്യാണങ്ങൾ നടത്തരുത്, എനിക്കത് വേണ്ട, അത് എൻ്റെ അടുത്ത് സംഭവിച്ച ഒരു അബദ്ധമാണ്. നിങ്ങൾ ആലോചിക്കണം, വാശി പിടിച്ച് വഴങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത്. അപ്പൊ വാപ്പന്റെ മറുപടി എന്തായാലും, അത് കല്യാണം തീരുമാനിച്ച അന്ന് മുതൽ ഞാനത് പറയാൻ തുടങ്ങി, ഇനി എനിക്കന്ന് പിൻവാങ്ങാൻ പറ്റില്ല. കുറെ ആൾക്കാരോട് കല്യാണം പറഞ്ഞു, അതുകൊണ്ട് ആ കല്യാണം നടത്തണമെന്നാണ് അയാളുടെ വാശി. അപ്പൊ പെൺകുട്ടി വീണ്ടും വാശി പിടിക്കണത്, എന്റെ ജീവിതമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നടത്തരുത്. എനിക്ക് എന്റെ ജീവിതം അതുകൊണ്ട് നശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്ന്, ഇത്തരം തോന്നിയാസങ്ങളിലൂടെ ഒരു കല്യാണം നടക്കുമ്പോൾ അള്ളാന്റെ ബർക്കത്ത് എനിക്ക് കിട്ടൂല. പിന്നെ ഇത് കല്യാണം കഴിയുന്നത് വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പിന്നീട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ അതൊക്കെ ആ കുട്ടി ഉൾക്കൊണ്ട്. സഹോദരിമാരെ, ഇതൊക്കെ ഈ പ്രേമിക്കാൻ വേണ്ടി ചെക്കന്മാർ പിന്നാലെ നടക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്തൂടെ? നമുക്ക് നമ്മുടെ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? വിവാഹമല്ലേ ജീവിതം, അത് പിഴച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് ശേഷം വഴിയാധാരമാവില്ലേ? അവർക്ക് ആ ബോധം നൽകണ്ടേ? ഇപ്പൊ ആൾക്കാർ പറയും മദ്രസ പറഞ്ഞയച്ചില്ലേ, ഹയർ സെക്കൻഡറി മദ്രസ പഠിച്ചിട്ടില്ലേ, അവിടെ കാര്യമില്ല. പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ശരിയായി ഇതിന്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോ ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ഈ ആൺകുട്ടികളെ കാര്യം എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി. ചെറിയ പ്രശ്നമൊന്നല്ല കേട്ടോ, നിങ്ങൾ അതിനൊന്നും നിസ്സാരമായി കാണണ്ട. അത്രയും മാരകമാണ് ലഹരി. എനിക്കൊന്ന് ഡി അഡിക്ഷൻ സെന്ററിലെ ഏകദേശം 30-40% ചെറിയ കുട്ടികളാണ്. മാരകമായ ലഹരികൾ. അപ്പോൾ ഞാൻ സാധാരണ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളോട് എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു എന്ന് ചോദിക്കലുണ്ട്. അപ്പൊ അതിൽ ഭൂരിപക്ഷം കുട്ടികൾ പറഞ്ഞു തരും, ഈ സാധനം കൊടുന്നിട്ട് ഇവർ പറയും, ഒരു വട്ടല്ലേ ഇത് നോക്ക്,
ഇതുവരെ ഇല്ലാത്ത ഒരു സുഖം എൻ്റെ മനസ്സിന് കിട്ടും. അനക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ കണക്കൊരു വല്ലാത്ത അനുഭവം കിട്ടുന്നതാണ്. അത് പറഞ്ഞിട്ട് ആദ്യം ഒരു തവണാറിന് കൊടുക്കും. ആ ഒരു തവണാറിന് കൊടുക്കുന്ന പുതിയ സാധനമൊക്കെ തന്നെ 12 മണിക്കൂർ നിൽക്കും. ആ 12 മണിക്കൂർ അവൻ അറിയുകയില്ല, അത് വേറെ ലോകേക്കാണ്. പിന്നെ ആ 12 മണിക്കൂർ തികയുമ്പോൾ ആ സാധനം അവന് കിട്ടണം. പണ്ട് 1 മാസം 2 മാസമൊക്കെ ഉപയോഗിച്ചാലേ അഡിക്ഷൻ വരുള്ളൂ. ഇപ്പോൾ ഒറ്റവട്ടം MDMA ഒക്കെ ഒറ്റവട്ടം ഉപയോഗിച്ചാൽ അവർക്ക് അന്ന് മുതൽ അത് കിട്ടിയേ പറ്റൂ. പിന്നെ അതിൻ്റെ വിതരണക്കാരാകും, അത് പണമുണ്ടാകാനുള്ള അവസ്ഥ ഉണ്ടാക്കും, അതിലൂടെയാണ് മുന്നോട്ട് പോകും. നമ്മൾ വളരെ ഗൗരവം ഇത് തൊടാൻ പറ്റൂലെന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഒരു കുട്ടിയും തൊടൂല. കാരണം അവൻ്റെ ജീവിതം മരണത്തിൻ്റെ പ്രശ്നമാണ്, അവൻ്റെ ജീവിതം നശിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ പുതിയ തലമുറക്ക് നമ്മൾ നന്നായി നൽകണം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിച്ച് പറയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്കതിനെ അനുവദിക്കാം. ഞാൻ പറഞ്ഞത് നല്ല ഊഷ്മളമായ സ്നേഹത്തോടുകൂടെയുള്ള ഒരു ബന്ധം വിവാഹിതരായ ആളുകൾ തമ്മിൽ ഉണ്ടാകണം. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അള്ള വെച്ച സ്നേഹം അത് നമ്മളിൽ വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം. അതിലൂടെ നല്ലൊരു മാതൃകാ ജീവിതം നമ്മുടെ കുട്ടികൾ കാണണം. അവരാഹ്ലാദത്തോടെ ആനന്ദത്തോടെ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം കണ്ട് അവർ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടെ നമ്മളോടൊപ്പം ജീവിക്കണം. തല്ലും പിടിയും വഴക്കും തർക്കവും കോലാഹലങ്ങളും കരച്ചിലും ഒന്നും കണ്ടു വളരുന്ന ഒരു കുട്ടിയും അടുത്ത ഭാവിയിൽ നന്നാവാൻ പോകുന്നില്ല. മാറ്റമുണ്ടാകണം. ഭർത്താവിന്റെ ചുമതലകൾ നിർവഹിക്കണം. ഭാര്യയുടെ ചുമതലകൾ എന്താണെന്നറിഞ്ഞ് നിർവഹിക്കപ്പെടണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നല്ലൊരു ഭാവി ഉണ്ടാകും. ഒരു വശം കൂടെ പറയാൻ വിട്ടുപോയതാണ്, പ്രായമായ ആൾക്കാരുടെ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടിക്കരുത് സഹോദരൻ. പ്രായം കുറച്ചും കൂടെയൊക്കെ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. 70, 80, 90 ഒക്കെ വയസ്സ് വരെ ജീവിക്കുന്ന പ്രായമായവരുണ്ട്. പ്രായമായാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ എന്നെ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒരു കളിച്ചങ്ങാടം വെച്ചത് എന്തിനാ? കുട്ടികളിതിൽ ഓടിക്കളിക്കാക്കാനാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഏറെ ഈ കളിച്ചങ്ങാടം വെക്കണം എന്തിനാ വെച്ചാൽ കുട്ടികളിതിൽ ഓടിക്കളിക്കാതിരിക്കാനാണ്. അപ്പോൾ കുട്ടികളെ ഇവിടെ അല്ലല്ലോ, ഓലൊക്കെ അവിടെ പോയി അതൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത് കാര്യങ്ങൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇതന്നെ പ്രശ്നം. ഒരു ഡോക്ടറെ കണ്ട് നമ്മളെല്ലാ മരുന്നും വാങ്ങി കൊടുന്നു വെച്ചതിൻ്റെ പിറ്റേന്ന് നമ്മളൊരു കുട്ടീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ പറയും ഞാനും കൂടി പോകട്ടെ ഡോക്ടറെ കാണാൻ. ഉമ്മ ഇന്നലെ നിങ്ങൾക്ക് മരുന്നൊക്കെ വാങ്ങിക്കൊടുന്നത് അല്ലെ? ആ ഡോക്ടറെടുത്ത് പോയാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു സമാധാനം കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയുടെ ആഗ്രഹം എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം ഉണ്ടായാൽ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ടാവും, കാണുമ്പോൾ വീണ്ടും അത് കഴിക്കണമെന്ന ആഗ്രഹം. ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മളെല്ലാവരും കുറച്ച് പ്രായമായാൽ പരിവർത്തിക്കപ്പെടും. പക്ഷേ കുട്ടികളായതുകൊണ്ട് അവരെന്ത് ചെയ്താലും നമ്മൾ സഹിച്ചു നിൽക്കും. അവർ നമ്മളെ അടിച്ചാലും ചവിട്ടിയാലും അവരെന്ത് വാശി പിടിച്ചാലും നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും നമ്മളൊക്കെ സഹിക്കും. എന്നാൽ പ്രായമായവരെ നമ്മൾ അങ്ങനെ സഹിക്കൂല. പലപ്പോഴും നമ്മൾ പ്രതികരിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രായമായ ആളുകളെ നമുക്ക് നോക്കാൻ ഉള്ള കരുത്ത് എന്ത് മാത്രം. ഒരിക്കലും അവരിൽ നിന്ന് എന്തെങ്കിലും നമ്മളവർക്ക് ഭക്ഷണം വാരി കൊടുക്കണോ ഒക്കെ ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഈയാണല്ലോ എന്നെ നോക്കണത് എന്നുള്ള ഒരു നല്ല വാക്കോ പറയാൻ അവർക്ക് തോന്നില്ല. ഒരുപക്ഷെ നോക്കാത്തവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോലും സ്ഥിരമായി നോക്കുന്നവർക്ക് കിട്ടിക്കോണമെന്നില്ല. നമ്മൾ നോക്കണം എന്തിനാരെങ്കിൽ അള്ളാഹ് റസൂൽ പറഞ്ഞില്ലേ, വയസ്സായ അമ്മനെ വാപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. എങ്ങനെങ്കിലും ഈ സുഖമില്ലാത്ത അമ്മ നമ്മളൊപ്പം താമസിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും. അതിനു വേണ്ടി മാത്രമേ നോക്കാൻ പറ്റൂ. വേറെ ഒരു ലക്ഷ്യവും മനസ്സിൽ കാണുന്നവർക്ക് പ്രായമായവരെ നോക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ സ്വർഗം, നമ്മുടെ പരലോകം തീരുമാനിക്കപ്പെടും. അത് നിങ്ങളുടെ അമ്മായിമ്മയായാലും അമ്മോശനായാലും പ്രായമായ ഒരാളെ നോക്കാൻ പരിചരിക്കാൻ ഒരു യുദ്ധസമാനമായ ജിഹാദിനുള്ള അവസരമാണ്, സ്വർഗം കിട്ടാനുള്ള അവസരമാണ്. അത് മാത്രം നിയ്യത്താക്കി മുന്നോട്ട് പോകുക. ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ നമ്മളെ പ്രയാസപ്പെടുത്തും. നോക്കപ്പെടുന്ന പ്രായമായവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴൊക്കെ വബിൽ വാലിദൈനി ഇഹ്സാന, അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ള തീരുമാനിച്ചിട്ടുണ്ട് നല്ല നിലക്ക് അവരെ സംരക്ഷിക്കാൻ. അള്ള പറഞ്ഞ അള്ളാനെ ആരാധിക്കുന്ന പോലെയുള്ള ഒരു പ്രവൃത്തി, അതാണെന്ത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഇഹ്സാൻ. അവരെ സന്തോഷിപ്പിക്കുക, സമാധാനിപ്പിക്കുക, പരിചരിക്കുക. അത് അള്ള കൽപ്പിച്ചൊരു കൽപ്പന എന്ന നിലയ്ക്ക് ചെയ്യാണ്, പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യാണ് എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ പ്രായമായവരെ സന്തോഷത്തോടെ സഹനത്തോടെ പരിചരിക്കാനാവുകയുള്ളൂ. സഹോദരങ്ങളെ,
നമ്മൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. ഇസ്ലാമികമായ പരിഹാരങ്ങളുണ്ട്, മതപരമായ പരിഹാരങ്ങളുണ്ട്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും എല്ലാം നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് പൈസ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 1500 റുപ്യാണ്. അപ്പോൾ ഇത് മരിക്കുന്നത് വരെ ഇവർക്ക് ഒരു ആഴ്ചക്ക് 3000-4000 ഒക്കെ വേണം. അപ്പോൾ അവിടുന്ന് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ പിരിവെടുത്ത് പൈസ ഒക്കെ കൊടുത്തോളി. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കിഡ്നി ഫെയിലിയർ ആവുന്ന, തകരാറാവാതെ ഇരിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ പറ്റും. എന്താ അറിയോ, ഈ ക്രിയാറ്റിനൊക്കെ കൂടുന്ന എപ്പോഴാ വെച്ചാൽ കിഡ്നിന്റെ ബഹുഭൂരിപക്ഷവും പോയതിനു ശേഷം ഉണ്ടാവുക. ചെറിയ ചെറിയ ടെസ്റ്റുകൾ കുറച്ച് നേരത്തെ നടത്തിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് കിഡ്നി മാറ്റി വെക്കുന്നതിനേക്കാളും ഡയാലിസിസിലൊക്കെ നല്ലത്. കിഡ്നിക്ക് എന്ത് തകരാറുണ്ടെങ്കിലും ചെറിയ ടെസ്റ്റ് കൊണ്ട് നേരത്തെ അറിയാൻ പറ്റും. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് പോയി ലാബിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അവസാനം ക്രിയാറ്റിൻ കൂടുമ്പോൾ വ്യത്യാസപ്പെടുമ്പോഴാണ് പലപ്പോഴും ആളുകൾ, അപ്പോഴേക്കൊക്കെ കിഡ്നി ഒരു വിധമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അഭിപ്രായം തോന്നി, നേരത്തെ ചില കാര്യങ്ങൾ അറിയാന്നുള്ളത്. പ്രശ്നങ്ങളും കുടുംബത്തിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാനും ഇത്തരം കുടുംബ ക്ലാസ്സുകളും പരിപാടികളും ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾ വേറെയൊക്കെ വെച്ച് ഒക്കെ പറഞ്ഞു കൊടുത്താൽ പ്രേമത്തിൽ കുടുങ്ങിയിട്ട് ഇടങ്ങാറാകാനും നല്ലതാണ്. ഇതൊക്കെ നേരത്തെ കിട്ടി അവർ സമാധാനത്തോടെ നമ്മളോടൊപ്പം ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, ഇതൊന്നും ഇപ്പോൾ നമ്മളെ സംഘടനയ്ക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാനോ ഇവിടുത്തെ വിശുദ്ധം ഉഷാറാണെന്ന് പറയാൻ എന്തപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കാര്യം. ഒരാള് ദീനിയായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇന്നൊക്കെ ഇപ്പൊ ഞാൻ 4 മണിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് ആ കൊണ്ടോട്ടേക്കുള്ള ബ്ലോക്ക് എന്താ പറയുക, വണ്ടി ഇങ്ങനെ ആക്സിലേറ്റർ ചവിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക എത്ര സമയം. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇത്ര ദൂരമൊക്കെ പരിപാടി കൊടുക്കണോ അടച്ചോനെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കും. അത്ര വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ 4 മണി മുതൽ തിരൂർക്കാട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് 6:30 മണിക്ക് തന്നെ അവിടെ എത്തുന്നത്. 2.5 മണിക്കൂറാണ്. സാധാരണഗതിയിൽ ഒരു 1.5 മണിക്കൂർ സുഖമായിട്ട് എത്തും. 1 മണിക്കൂർ സമയം ബ്ലോക്കിൽ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ? നിങ്ങളിവിടെ നല്ല പ്രസംഗം നടന്നെന്ന് പറയാൻ പോന്നിട്ട് മുതലാവുമോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എങ്ങനെ മുതലാവും? ഒന്നും മുതലാവൂല. ഇതൊക്കെ റെക്കോർഡ് ചെയ്യും, ആരെങ്കിലും കേൾക്കും, ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇനി സംഘടനയും വിഭാഗീയതയും പരിപാടികളും നോക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഷാ അല്ലാഹ് പ്രോഫ്കോൺ നിങ്ങളെ ഈ ചെറുവണ്ണൂരാണ് നടക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഏകദേശം 4000-ഓ 5000-ഓ ഒക്കെ കുട്ടികൾ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്ന് വരികയാണ്. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുള്ളതാണ് ഈ പ്രോഫ്കോൺ. ആ പ്രോഫ്കോണിൻ്റെ ഒക്കെ മുഴുവൻ ദിവസങ്ങളും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കൗൺസിലിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഒരു 100-300 പ്രേമങ്ങളാണ് അവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ വെച്ചിട്ട് ഒഴിവായി പോവുക. അത്രയും അധികം ഫലവത്തായിരുന്നു. ഇപ്പോൾ പുതിയ കുട്ടികളുടെ ആധുനികമായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്രാവശ്യത്തെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ വെനു ഉണ്ട്. എനിക്ക് പറയാം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിൽ അത്രയും ഒരു ഊഷ്മളമായ പരിപാടി നടക്കുമ്പോൾ നിങ്ങളതിൻ്റെ സംഘാടകരാകണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും പ്രോഫ്കോൺ. അതുകൊണ്ട് ആ ദിവസം സെപ്റ്റംബർ 8, 9, 10 ഇവിടെ വരുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നിറങ്ങുന്ന കുട്ടികൾക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാനും അവിടെ ഭക്ഷണം, അവർക്ക് കുളിക്കാനും ഒക്കെ പെൺകുട്ടികളൊക്കെ ധാരാളമായി വരും. അപ്പോൾ അവർക്കൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇവിടുത്തെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ പരിശ്രമിക്കണം. നിങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങളും നല്ല സഹായങ്ങൾ നിങ്ങൾ കൊടുക്കണം. ആ പരിപാടി നിങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ടൊരു ഭാഗ്യമാണ്. കാരണം കോയമ്പത്തൂർ നടത്തണം എന്ന് വിചാരിച്ച് വെനു ബുക്ക് ചെയ്ത സാധനമാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലല്ലാത്തതുകൊണ്ട് അവിടുത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങളെ കൊണ്ട് നമുക്കത് തൽക്കാലം ഇങ്ങോട്ടേക്ക് മാറി വന്നതാണ്. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായും കഴിഞ്ഞ പ്രോഫ്കോണുകളൊക്കെ പോലെ തന്നെ ഏറ്റവും നല്ല ഒരു കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ദീനി പ്രോഗ്രാമായിട്ട് നമ്മുടെ കുട്ടികളെ കൂടെ പങ്കെടുപ്പിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ പ്രൊഫഷണലായിട്ട് എഞ്ചിനീയറിങ്ങിനും MBBS പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും കൂടി പങ്കെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് കൂടി സന്ദർഭത്തിൽ പറയണം. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ദീന് കൊണ്ട് പരിഹരിക്കുവാനും ദീന് കൊണ്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇഹലോകത്ത് ജീവിക്കാനും നാളെ പരലോകത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വർഗത്തിൽ മരണമില്ലാതെ നിത്യവാസികളായി നിത്യസന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ